Good morning. Okay. നമ്മളപ്പോ ഇന്നലെ ക്വാളിറ്റി മാനേജ്മെന്റ് എന്ന് പറഞ്ഞ ചാപ്റ്റർ നോക്കിയല്ലേ. എന്താണ് ക്വാളിറ്റി മാനേജ്മെന്റ് എന്താന്ന് ഒരു ഇൻട്രൊഡക്ഷൻ പറഞ്ഞു, വാട്ട് ഈസ് ക്വാളിറ്റി ഓഫ് കെയർ പറഞ്ഞു, പിന്നെ എന്താ കമ്പോണൻസ് അല്ലെ, അതുവരെ നമ്മൾ നോക്കിയത്. എത്രയാ 9 കമ്പോണൻസ് ഉണ്ട് ഒരു നല്ലൊരു ക്വാളിറ്റി ഒരു ഹെൽത്ത് സിസ്റ്റത്തിന്. ക്വാളിറ്റി ഹെൽത്ത് സിസ്റ്റത്തിനുള്ള കമ്പോണൻസ് ആണ് നമ്മൾ പറഞ്ഞത്. പേരുകൾ എന്തായാലും നോട്ട് ചെയ്ത് വെക്കണം എന്ന് പറഞ്ഞായിരുന്നു. അസസ്, ടെക്നിക്കൽ കോമ്പിറ്റൻസ്, ഇക്വിറ്റി, എഫക്റ്റീവ്നെസ്, എഫിഷ്യൻസി, കണ്ടിന്യൂറ്റി, സേഫ്റ്റി, ഇന്റർപേഴ്സണൽ റിലേഷൻസ് ആൻഡ് അമ്യൂണിറ്റീസ്. അമ്യൂണിറ്റീസ് എന്ന് പറഞ്ഞാൽ ഫെസിലിറ്റികൾ. അപ്പോ ഇത്രയും കാര്യങ്ങൾ ആ ബോക്സ് നമ്മൾ പറഞ്ഞു. പിന്നെ അതിനകത്ത് ഇനി നമ്മൾ അതിന്റെ ഓരോന്നും ഡീറ്റെയിൽ ആണ് നോക്കുന്നത്. അക്സസ് ടു സർവീസ് ഫസ്റ്റ് പോയിന്റ് അല്ലെ. ഒരു സർവീസിലേക്കുള്ള ഒരു ഹെൽത്ത് സർവീസില് ക്വാളിറ്റി ഹെൽത്ത് സർവീസിലേക്കുള്ള ഒരു പ്രവേശനം, എൻട്രി എന്ന് പറഞ്ഞ എന്താ, എല്ലാവർക്കും ഒരു ക്വാളിറ്റി ഹെൽത്ത് സർവീസിലേക്ക് ഒരു പ്രവേശനമുണ്ട്. എൻട്രി എന്ന് പറഞ്ഞ എന്താ, ടു ദ എബിലിറ്റി ഓഫ് ദ ഇൻഡിവിജ്വൽ ടു ഒബ്റ്റെയിൻ ഹെൽത്ത് സർവീസ്. എന്താണ്, ഒരു ആരോഗ്യ സേവനങ്ങൾ നേടാനുള്ള ഒരു ഇൻഡിവിജ്വലിന്റെ എബിലിറ്റിയാണ് എൻട്രി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലെ. എൻട്രി റെഫേഴ്സ് ടു ദ എബിലിറ്റി ഓഫ് ആൻ ഇൻഡിവിജ്വൽ ടു ഒബ്റ്റെയിൻ ഹെൽത്ത് സർവീസ്. ഒരു ഹെൽത്ത് സർവീസ്, ഒരു ആരോഗ്യ സേവനങ്ങൾ നേടാനുള്ള ഒരു ഇൻഡിവിജ്വലിന്റെ എബിലിറ്റി, അതാണ് എൻട്രി എന്ന് പറയുന്നത്. നമ്മൾ പറഞ്ഞു സം ഓഫ് ദ ഫാക്ടേഴ്സ് ദാറ്റ് ക്യാൻ അഫക്ട് ദ എൻട്രി ആർ. ഒരു എൻട്രിനെ, ഒരു ഹെൽത്ത് സർവീസിലേക്കുള്ള ഒരു പ്രവേശനത്തെ അഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്? ഓക്കെ, ഏതൊക്കെയാണ് നോക്കി. ഡിസ്റ്റൻസ്, ഫിനാൻഷ്യൽ, കൾച്ചർ, ബിലീഫ് ആൻഡ് വാല്യൂസ്. 3 ഫാക്ടേഴ്സ് ആണ് നമ്മൾ പറഞ്ഞത്. ഫസ്റ്റ് വൺ ഏതാണ്? ഡിസ്റ്റൻസ്, ദൂരം അല്ലെ. എക്സാമ്പിൾ ആയിട്ട് ഇവിടെ പറഞ്ഞേക്കാണ്, where a health facility is situated far away or it is difficult to get a transport to the facility, access to the quality health care become a problem അല്ലെ. നമ്മുടെ ഒരു ഹെൽത്ത് സർവീസ്, ഹെൽത്ത് കെയർ നമുക്ക് ഒത്തിരി ദൂരെയാണെങ്കിൽ, നമ്മുടെ അടുത്ത് നിന്ന് ആ ഹെൽത്ത് ഫെസിലിറ്റിയിലേക്കുള്ള ദൂരം അത് കുറച്ചധികം ദൂരം ഉണ്ടെങ്കിൽ, ദൂരത്തിലാണെങ്കിൽ, അല്ലെങ്കിൽ അങ്ങോട്ടേക്കുള്ള ട്രാൻസ്പോർട്ട് ബുദ്ധിമുട്ടുമാണെങ്കിൽ ഒക്കെ നമ്മൾ ആ ഹെൽത്ത് കെയറിലേക്കുള്ള എൻട്രി എന്ന് പറയുന്നത് പ്രശ്നമാണ് അല്ലെ, ഒരു പ്രോബ്ലമാണ്. നമ്മുടെ തൊട്ടടുത്താണെങ്കിൽ പെട്ടെന്ന് നമുക്ക് അവിടേക്ക് പ്രവേശിക്കാൻ പറ്റും അല്ലെ. ഒത്തിരി ദൂരം ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ അങ്ങനെ ട്രാൻസ്പോർട്ടേഷന് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെങ്കിൽ ആ ഹെൽത്ത് കെയറിലേക്കുള്ള പ്രവേശനം എങ്ങനെയായിരിക്കും? ഡിഫിക്കൽട്ട് ആയിരിക്കും അല്ലെ, ബുദ്ധിമുട്ടായിരിക്കും. ഒന്നാമത്തെ ഫാക്ടറാണ് ഡിസ്റ്റൻസ്, ദൂരം എന്ന് പറയുന്നത് ഈ എൻട്രീനെ അഫക്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്. അടുത്തതാണ് ഫിനാൻഷ്യൽ. നോക്കിയേ, സാമ്പത്തികം. എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞേക്കാണ്, where people cannot pay for the service rendered. അതായത് ഹോസ്പിറ്റലിൽ നിന്നും അല്ലെങ്കിൽ ഹെൽത്ത് കെയറിൽ നിന്നും നമ്മൾ അവിടുന്ന് തരുന്ന സർവീസിന് അവര് പറയുന്ന ആ പേയ്മെന്റ് അല്ലെ, അത്രയും പൈസ നമ്മുടെ കയ്യിൽ ഇല്ലെങ്കിലോ, അതായത് അവിടെ നിന്ന് ഹെൽത്ത് കെയറിൽ നിന്ന് തരുന്ന സേവനങ്ങൾക്ക് പണം നൽകാനായിട്ട് നമുക്ക് ആ പൈസ ഇല്ലെങ്കിൽ ആ ഹെൽത്ത് കെയറിലേക്കുള്ള പ്രവേശനം ബുദ്ധിമുട്ടാവൂലേ അല്ലേ. where the people cannot pay, അവർക്ക് പേ ചെയ്യാൻ അവരുടെ കയ്യിൽ പൈസ ഇല്ല, for the service rendered, ആ ഹെൽത്ത് കെയറിൽ നിന്നും അനുവദിച്ചിട്ടുള്ള ആ സർവീസ്, അവർ നൽകുന്ന സേവനത്തിനുള്ള ആ പൈസ നമുക്കത് പേയ്മെന്റ് ചെയ്യാൻ നമ്മുടെ കയ്യിൽ ഇല്ലെങ്കിൽ എന്താണ്, ആ ഒരു ഹെൽത്ത് കെയറിലേക്കുള്ള പ്രവേശനം എന്താണ്, ബുദ്ധിമുട്ടാണ്, ഒരു പ്രശ്നം തന്നെയാണ്. രണ്ടാമത്തെ കാര്യമാണ് ഫിനാൻസ് എന്ന് പറയുന്നത് കേട്ടോ. ഫിനാൻഷ്യൽ ആയിട്ട് നമ്മുടെ ബാങ്കിലാണെങ്കിൽ നമ്മുടെ കയ്യിൽ പൈസ ഇല്ലെങ്കിൽ ആ ഹെൽത്ത് കെയറിലേക്കുള്ള പ്രവേശനം ഒരു ബുദ്ധിമുട്ടാണ്. അടുത്ത നോക്കിയേ, കൾച്ചർ, ബിലീഫ് ആൻഡ് വാല്യൂസ് അല്ലെ. കൾച്ചർ, അവരുടെ വിശ്വാസങ്ങള്, വാല്യൂസ്, മൂല്യങ്ങള്, ഇതെല്ലാം എങ്ങനെയാണ്, അത് തന്നെ
എന്താ ആ ഫാക്ടേഴ്സിനെ എന്താ ഒരു ഹെൽത്ത് കെയറിലേക്കുള്ള പ്രവേശനത്തെ അഫക്റ്റ് ചെയ്യും. ഓക്കെ, ദ സർവീസ് പ്രൊവൈഡഡ് മേ നോട്ട് ബി ഇൻ കീപ്പിംഗ് വിത്ത് ദ കൾച്ചർ, ബിലീഫ് ആൻഡ് വാല്യൂ ഓഫ് സം പീപ്പിൾ. കണ്ടോ, ആ ഹെൽത്ത് കെയറിൽ നിന്ന് നൽകുന്ന സർവീസ് പ്രൊവൈഡഡ് എവിടെന്നാ, ഹെൽത്ത് കെയറിൽ നിന്ന്. ആ ഒരു ക്വാളിറ്റി ഹെൽത്ത് കെയറിൽ നിന്ന് നൽകുന്ന ആ സേവനം അത് ചില ആളുകളുടെ അവരുടെ സംസ്കാര വിശ്വാസത്തിനും അവരുടെ മൂല്യത്തിനും ഒക്കെ യോജിച്ചതല്ലെങ്കിൽ, കണ്ടോ, they may not be in keeping with the culture, belief and values. നമ്മുടെ സംസ്കാരത്തിന് അല്ലെങ്കിൽ നമ്മുടെ മൂല്യം വിശ്വാസങ്ങൾക്കൊന്നും യോജിച്ചതല്ല അവിടെ നിന്ന് നൽകുന്ന ആ സർവീസ് എങ്കിൽ അതിലേക്കുള്ള പ്രവേശനം, ആ ഹെൽത്ത് കെയറിലേക്കുള്ള പ്രവേശനം എന്താവും, ഒരു ബുദ്ധിമുട്ടാകും അല്ലെ, അല്ലെങ്കിൽ ഒരു പ്രശ്നം തന്നെയാകും. ഓക്കെ, അപ്പൊ ജസ്റ്റ് നിങ്ങൾ അതിന്റെ എക്സാമ്പിൾ ഒന്നും ആയിട്ടൊന്നും ചോദിക്കാറില്ല. എന്തൊക്കെയാണ് നമുക്ക് ആ ഹെൽത്ത് കെയറിലേക്കുള്ള ഒരു പ്രവേശനത്തെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ്? 3 നോട്ട് ചെയ്യാലോ, ABC. അതിന്റെ പേര് മാത്രം ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ചോട്ടോ. ഇനി രണ്ടാമത്തെയാണ് ടെക്നിക്കൽ കോമ്പീറ്റൻസ്. സാങ്കേതിക കഴിവ്. നമുക്കൊരു നല്ലൊരു ക്വാളിറ്റി സർവീസ് പ്രൊവൈഡ് ചെയ്യണമെങ്കിൽ എന്ത് വേണം? നല്ലൊരു ക്വാളിറ്റിയോട് ഒരു ഗുണനിലവാരമുള്ള ഒരു സേവനം നമുക്ക് പേഷ്യൻസിന് ഹോസ്പിറ്റലിൽ നിന്ന് കൊടുക്കണമെങ്കിൽ എന്ത് വേണം? അവിടുത്തെ സ്റ്റാഫുകളൊക്കെ എങ്ങനെയായിരിക്കണം? ടെക്നോളജി വേണം. ശരി, പിന്നെ എന്ത് വേണം? ടെക്നോളജി വേണം. പിന്നെ സ്കില്ല്. വെരി ഗുഡ് ജസ്മിൻ. സ്കില്ല് അല്ലേ, അവർക്ക് കൊടുക്കാൻ സ്റ്റാഫിന് ഒരു നോളജും സ്കില്ലും വേണ്ടേ? നോളജ് വേണം, സ്കില്ല് വേണം അല്ലേ? ഗുഡ് സ്റ്റാഫ്, നല്ല സ്റ്റാഫുകൾ വേണം. അപ്പൊ ഇതൊക്കെ എക്സ്പീരിയൻസ്, അതും ശരിയാണ്, എക്സ്പീരിയൻസ് വേണം അല്ലെ? അപ്പൊ അങ്ങനെയൊക്കെ ആണെങ്കിൽ ആ സ്റ്റാഫുകള് നല്ല പെർഫെക്റ്റ് ആണെങ്കിൽ എന്താ നമുക്ക്, അതുപോലെ തന്നെ അതിന്റെ ഒപ്പം നല്ല ടെക്നോളജിയും അതിനനുസരിച്ച് ഉണ്ടെങ്കിൽ നല്ലൊരു നമുക്ക് ക്വാളിറ്റി സർവീസ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, ടെക്നിക്കൽ പ്രൊഫിഷ്യൻസി ആസ് ആൻ ഇൻഡിക്കേറ്റർ ഓഫ് ക്വാളിറ്റി അഷുറൻസ് suggest that we should have sufficient knowledge and skill to perform our function in order to provide a quality service. നല്ലൊരു ഗുണനിലവാരമുള്ള ഒരു സർവീസ് പ്രൊവൈഡ് ചെയ്യണമെങ്കിൽ, അതിനനുസരിച്ച് പ്രവർത്തിക്കണമെങ്കിൽ നമുക്ക് എന്ത് വേണം? സ്റ്റാഫിന് എന്ത് വേണം? സഫീഷ്യന്റ് ആയിട്ടുള്ള നോളജ് വേണം അല്ലെ? പിന്നെ അതുപോലെ സ്കിൽസ് വേണം, ടെക്നിക്കൽ പ്രൊഫിഷ്യൻസി അല്ലെ, ഒരു സാങ്കേതിക വൈവിധ്യം വേണം. ഇതെല്ലാം നമുക്ക് ഉണ്ടെന്ന് നമ്മൾ സജസ്റ്റ് ചെയ്തു. കണ്ടോ, ക്വാളിറ്റി അഷുറൻസ്, ക്വാളിറ്റി അഷുറൻസ് എന്നുള്ള സൂചകം എന്ന നിലയിൽ നമ്മൾ എന്താണ്, ഈ കാര്യങ്ങളെല്ലാം വേണമെന്ന് നിർദ്ദേശിക്കുന്നു. അതായത് ടെക്നിക്കൽ പ്രൊഫഷൻസി, സാങ്കേതിക വൈദഗ്ധ്യം വേണം, ടെക്നോളജി വേണം, സ്റ്റാഫുകൾ ബെറ്റർ സ്റ്റാഫുകളായിരിക്കണം, അവർക്ക് നല്ല നോളജ് വേണം, അവർക്ക് നല്ല സ്കില്ല് വേണം അല്ലെ, കഴിവുകളും വേണം. അപ്പൊ ഇങ്ങനെയൊക്കെ ആണെങ്കിൽ നമുക്ക് നല്ലൊരു ക്വാളിറ്റി സർവീസ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. അതിന് എക്സാമ്പിൾ നോക്കിയേ. എക്സാമ്പിൾ ഒന്നും അങ്ങനെ ചോദിക്കില്ല, വെറുതെ ഒന്ന് വായിച്ചു പോണേ ഉള്ളൂ കേട്ടോ. One must go to nursing school and pass the nursing examination before she can work as a nurse. ശരിയല്ലേ? നേരെ നമുക്ക് ഇപ്പൊ 10th കഴിഞ്ഞു, +2 കഴിഞ്ഞു, നേഴ്സായിട്ട് ജോലി ചെയ്യാൻ പറ്റുമോ? അതിനു മുന്നേ ഒരു നേഴ്സായിട്ട് വർക്ക് ചെയ്യുന്നതിന് മുന്നേ എന്ത് വേണം? നമ്മൾ നേഴ്സിംഗ് സ്കൂളിൽ പോയി നേഴ്സിംഗ് എക്സാം പാസ് ആവണം, വേണ്ടേ? നേഴ്സിംഗ് പഠിച്ചിട്ടല്ലേ നമുക്ക് അവിടെ നേഴ്സായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഒരു നേഴ്സായിട്ട് വർക്ക് ചെയ്യുന്നതിന് മുന്നേ നമ്മുടെ നേഴ്സിംഗ് സ്കൂളിൽ പോകണം, നേഴ്സിംഗ് എക്സാമിനേഷൻ പാസ് ആവണം. ഇനി നോക്കിയേ, ഈവൻ ദോ വി ആർ നോ ലോങ്ങർ ഇൻ സ്കൂൾ, എന്ത് ചെയ്യണം? നമ്മൾ പഠിത്തമൊക്കെ കഴിഞ്ഞു, കുറെ നാള് നമ്മൾ വെറുതെ ഇരുന്നു, അതിനുശേഷമാണ് നമ്മൾ ജോലിയിലേക്ക് കയറണമെങ്കിൽ നമുക്ക് അതിന്റെ ഒരു കണ്ടിന്യൂറ്റി കിട്ടില്ല, അല്ലെങ്കിൽ കുറച്ച് ഗ്യാപ്പ് ഉള്ളതിന്റെ ഒരു ചെറിയ ബുദ്ധിമുട്ട് വരും. അപ്പൊ അങ്ങനെ ഒരു ഇത് ഇല്ല. അപ്പൊ അത് നമ്മൾ എന്താണ്, നമ്മൾ ആ ഒരു ക്വാളിറ്റി സർവീസിലേക്ക് അല്ലെ, അതിനൊന്ന് ജസ്റ്റ് ആദ്യം തന്നെ നമുക്ക് ഒന്ന് അഫക്റ്റ് ചെയ്യും അല്ലെ. നമ്മളിപ്പോ എവിടെയാണെങ്കിലും ശരി, നമ്മൾ കുറച്ച് നാളെ പഠിച്ചു വെറുതെ ഇരുന്നു, പെട്ടെന്ന് നമ്മൾ ജോലിയിലേക്ക് പ്രവേശിക്കുമ്പോൾ ഒരു ചെറിയ ബുദ്ധിമുട്ടുണ്ടാവും അല്ലെ.
നമുക്ക് അത്ര അത് കിട്ടില്ല. എന്നാൽ നമ്മൾ അത് ചെയ്ത് ഓക്കെയാണ്, നമ്മുടെ എക്സ്പീരിയൻസ് ആണെങ്കിൽ നമുക്ക് നല്ല അതിനനുസരിച്ചുള്ള നമുക്ക് എന്താ പറയാ നല്ല സർവീസ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. ഇവിടെ അപ്പൊ അങ്ങനെ എന്തെങ്കിലും നമുക്ക് അതിനൊരു ഡിസ്കണ്ടിന്യൂ വരുവാണെങ്കിൽ എന്ത് ചെയ്യണം നമ്മുടെ നോളേജ് നോക്കിയേ, വി ഹാവ് ടു കണ്ടിന്യൂ ടു റിഫൈൻ അവർ നോളേജ് ബൈ റീഡിങ് ഹെൽപ്പ് ബുക്സ് ആൻഡ് attending in service training workshops. അപ്പൊ അങ്ങനെയുള്ളവർ എന്ത് ചെയ്യണം, അവർക്കുടെ നോളേജ് അവര് എന്താ റിഫൈൻ ചെയ്യുക അല്ലെ ശുദ്ധീകരിക്കുക എന്ന് വെച്ചാൽ അവരിങ്ങനെ പുതുക്കിക്കൊണ്ടിരിക്കണം. എങ്ങനെ? ബൈ റീഡിങ് ഹെൽത്ത് ബുക്കുകൾ വായിച്ചുകൊണ്ടും അതുപോലെ ട്രെയിനിങ് കണ്ടോ ഇൻ സർവീസ് ട്രെയിനിങ് വർക്ക്ഷോപ്സ് അതിലുള്ള ട്രെയിനിങ്ങുകളിലൊക്കെ പങ്കെടുത്തുകൊണ്ടും അറ്റൻഡ് ചെയ്തുകൊണ്ടും ഒക്കെ അവരുടെ ക്വാളിറ്റി എന്ത് ചെയ്യണം, അവരുടെ ആ നോളജ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കണം. കണ്ടോ, സിൻസ് വി ആർ ഹെൽത്ത് പ്രൊഫഷണൽ, നമ്മളൊരു ഹെൽത്ത് കെയർ പ്രൊഫഷണൽ എന്ന നിലയിൽ നമ്മൾ എന്ത് ചെയ്യണം, we should also understand our limits. നമ്മുടെ ലിമിറ്റുകൾ എന്തൊക്കെയാണ്, നമ്മുടെ ലിമിറ്റേഷൻസ് എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കണം. That is know what we can do and what we cannot do. നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും, നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റില്ല, അതായത് നമ്മുടെ ലിമിറ്റേഷൻസ് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. With regard to what we cannot do, we are expected to refer them to other centers or personnel who are more proficient to tackle them. ഇനി നമുക്ക് അപ്പൊ മാക്സിമം നമുക്ക് അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യാം. ഇനി നമുക്ക് അതിന്റെ we are expected to refer them other centers or personnel. ഇനി നമുക്ക് അത് ചെയ്യാൻ പറ്റിയില്ലെങ്കിലോ, with regard to what we cannot do, അപ്പൊ നമുക്ക് ചിലപ്പോ നമ്മൾ ചെയ്യണേലേ നമ്മുടെ പരിധിക്ക് അപ്പുറമാണെങ്കിൽ എന്ത് ചെയ്യണം, അല്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളാണെങ്കിൽ നമ്മൾ പറഞ്ഞില്ലേ നമ്മുടെ ലിമിറ്റേഷൻസ് മനസ്സിലാക്കണം എന്ന് അല്ലെ. നമ്മുടെ ലിമിറ്റേഷൻ നമുക്ക് എന്തൊക്കെ കാര്യം ചെയ്യാൻ പറ്റും, എന്തൊക്കെ ചെയ്യാൻ പറ്റൂല എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ നമുക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അത് റെഫർ ചെയ്യണം അല്ലെ. അതുമായിട്ട് ബന്ധപ്പെട്ടവരെ, മറ്റുള്ള സെന്ററുകളെ അല്ലെങ്കിൽ മറ്റുള്ള പേഴ്സണൽസ് ഉദ്യോഗസ്ഥർക്ക് നമുക്ക് എന്ത് വേണ്ട, അവർക്ക് വേണ്ടി റെഫറൻസ് അല്ലെ, അവർക്ക് റെഫർ ചെയ്യണം, റെഫറൻസ് കൊടുക്കണം. Our practice should also be controlled by laid down standard guidelines. Okay, നമ്മുടെ പ്രാക്ടീസ് എങ്ങനെയാണ്, വ്യവസ്ഥാപിതമായ ഒരു സ്റ്റാൻഡേർഡ് മാനദണ്ഡങ്ങൾ ഉപയോഗിച്ച് കൺട്രോൾ ചെയ്യണം. നമ്മുടെ പ്രാക്ടീസ്, നമ്മുടെ പരിചയം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന ആ സർവീസ് എങ്ങനെയായിരിക്കണം, നമ്മൾ ഓരോ സ്റ്റാൻഡേർഡ് അനുസരിച്ച് അല്ലെ, ഓരോ മാനദണ്ഡങ്ങൾ ഉപയോഗിച്ചിട്ട് അതിനെ കൺട്രോൾ ചെയ്യണം. സ്റ്റാൻഡേർഡ്സ് ആൻഡ് ഗൈഡ് ലൈൻസ് കണ്ടോ, അതനുസരിച്ച് എന്ത് ചെയ്യണം, കൺട്രോൾ ചെയ്യണം. അപ്പൊ ഇവിടെ എന്താ പറഞ്ഞേക്കുന്ന ആ പാരഗ്രാഫില്, നമ്മളൊരു നല്ലൊരു ക്വാളിറ്റി സർവീസ് പ്രൊവൈഡ് ചെയ്യണമെങ്കിൽ അതിനനുസരിച്ചുള്ള ടെക്നിക്കൽ പ്രൊഫഷൻസി വേണം, സ്കില്ല് വേണം, നോളജ് വേണം. നമ്മൾ കുറെ നാള് ഇപ്പൊ നമുക്ക് അതിന് എക്സാമ്പിൾ ആണ്, നമുക്ക് നേഴ്സായിട്ട് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യാൻ പറ്റൂല. അതിന് മുന്നേ നമ്മൾ നേഴ്സിംഗ് സ്കൂളിൽ പോയി നേഴ്സിംഗ് എക്സാമിനേഷൻ പാസ് ആവണം അല്ലെ. ഇനി നമ്മൾ അത് വർക്ക് ചെയ്യാതെ കുറച്ച് നാളൊക്കെ ഇരിക്കുവാണെങ്കിൽ നമ്മുടെ നോളജ് ഒക്കെ വായിക്കുന്നതിലൂടെയും ട്രെയിനിങ് പ്രോഗ്രാമിലൂടെ പങ്കെടുക്കുന്നതിലൂടെയും ഒക്കെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ നോളജ് ഇങ്ങനെ നമ്മൾ പുതുക്കിക്കൊണ്ടേയിരിക്കണം. പിന്നെ നമ്മൾ ഒരു ഹെൽത്ത് കെയർ പ്രൊഫഷണൽ എന്ന നിലയിൽ നമ്മുടെ ലിമിറ്റേഷൻസ് നമ്മൾ മനസ്സിലാക്കണം. എന്തൊക്കെ ചെയ്യാൻ പറ്റും, എന്തൊക്കെ ചെയ്യാൻ പറ്റൂല അല്ലെ. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ലിമിറ്റേഷൻസും അപ്പുറത്തമാണെങ്കിൽ എന്ത് ചെയ്യണം, നമ്മുടെ മറ്റുള്ള സെന്ററിലേക്കോ കുറച്ചുകൂടി പ്രൊഫഷണൽ ആയിട്ടുള്ള ആളുകളിലേക്കോ അത് റെഫർ ചെയ്യണം. ഓക്കെ, ഇനി നമ്മൾ എന്താ പറയുന്നത്, നമ്മുടെ പ്രാക്ടീസ് എങ്ങനെയാ, മാനദണ്ഡങ്ങൾ ഗൈഡ് ലൈൻസ് അതനുസരിച്ച് നിയന്ത്രിക്കപ്പെടണം. എക്സാമ്പിൾ സ്റ്റാൻഡേർഡ് ട്രീറ്റ്മെന്റ് ഗൈഡ് ലൈൻസ്. ഓക്കെ, അതാണ് ടെക്നിക്കൽ കോമ്പിറ്റൻസ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ ഒക്കെ വെറുതെ തന്നുള്ളൂ, ഒന്ന് വായിച്ചു വെച്ചാൽ മതി. ഇനി ഇതിനകത്തുനിന്ന് അങ്ങനെ പാരഗ്രാഫിന്റെ ഉള്ളിൽ നിന്ന് അങ്ങനെ അധികം ചോദിക്കാറില്ല കേട്ടോ. ഇതിപ്പോ നമ്മൾ അതിനകത്ത് എന്തൊക്കെയാണ് കമ്പോണൻസ് എന്നാണ് ചോദിച്ച് കണ്ടേക്കണേ, എങ്കിലും ഒന്ന് വായിച്ച് മനസ്സിലാക്കി വെക്കേണ്ടതാണ് അതിൽ പറഞ്ഞേക്കണേ. അടുത്ത് നോക്കി, ഇക്വിറ്റി, നീതി അല്ലെങ്കിൽ ന്യായം. ഓക്കെ,
Quality service should provide to all people who are in need of them. അല്ലെ, എല്ലാവർക്കും നമുക്ക് ക്വാളിറ്റി സർവീസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യണം അല്ലെ, ഗുണനിലവാരമുള്ള സേവനം നമ്മൾ പ്രൊവൈഡ് ചെയ്യണം എല്ലാവർക്കും. ക്വാളിറ്റി സർവീസ് ഷുഡ് ബി പ്രൊവൈഡഡ് ടു ഓൾ പീപ്പിൾ, എല്ലാ ആളുകൾക്കും. who are in need of them, ആവശ്യമുള്ള എല്ലാ ആളുകൾക്കും നമ്മൾ ക്വാളിറ്റി സർവീസ് പ്രൊവൈഡ് ചെയ്യണം. be they poor, അവര് പാവപ്പെട്ടവരായിക്കോട്ടെ, children, കുട്ടികളായിക്കോട്ടെ, മുതിർന്നവരായിക്കോട്ടെ, ഓൾഡ് പീപ്പിൾ, വയസ്സായവരായിക്കോട്ടെ, pregnant women ആയിക്കോട്ടെ, ഡിസേബിൾഡ് എന്തെങ്കിലും അംഗവൈകല്യങ്ങളുള്ളവരായിക്കോട്ടെ, ആരാണെങ്കിലും എങ്ങനെ ചെയ്യണം? എല്ലാവർക്കും ഒരുപോലെ തുല്യ നിലവാരമുള്ള ക്വാളിറ്റി സർവീസ് പ്രൊവൈഡ് ചെയ്യണം. Quality service should be made available in all parts of the country, in villages, towns and cities. രാജ്യത്തിന്റെ എല്ലാ ഭാഗത്തും ഗുണനിലവാരമുള്ള ഒരു സേവനം ലഭ്യമാക്കണം. വില്ലേജുകളില്, ടൗണില്, സിറ്റികളില്, എല്ലാ ഭാഗത്തും, നമ്മുടെ കൺട്രീസിലുള്ള എല്ലാ ഭാഗത്തും ഒരു ഗുണനിലവാരമുള്ള സർവീസ് ലഭ്യമാക്കണം, അവൈലബിൾ ആക്കണം. ഓക്കെ, അതായത് അവിടെ പറഞ്ഞേക്കുന്നത് എന്താ? എല്ലാവർക്കും ഒരുപോലെ, നമ്മൾ പാവപ്പെട്ടവനെന്നോ കുട്ടികളെന്നോ വയസ്സായവരെന്നോ പ്രഗ്നന്റ് വുമണെന്നോ അല്ലെങ്കിൽ ഡിസേബിൾഡ് ഉള്ള ആളുകളെന്നോ അവരൊന്നും ഒരു തരംതിരിവില്ലാതെ എല്ലാവർക്കും തുല്യമായിട്ടുള്ള ഒരുപോലെയുള്ള ഒരു ക്വാളിറ്റി സർവീസ് പ്രൊവൈഡ് ചെയ്യണം. നമ്മുടെ രാജ്യത്തിന്റെ എല്ലാ ഭാഗത്തും, അത് വില്ലേജിലും ടൗണിലും സിറ്റികളിലും ഒക്കെ ഒരു ഗുണനിലവാരമുള്ള സേവനം ലഭ്യമാക്കണം, അവൈലബിൾ ആക്കണം. ക്ലിയർ ആവുന്നില്ലേ പറയുന്നത് പാരഗ്രാഫില്? ഓക്കെ, കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ പറഞ്ഞേക്കുന്നേ, അതിനകത്ത് ഇമ്പോർട്ടന്റ് ഉള്ളത് ഞാൻ അണ്ടർലൈൻ ചെയ്ത് തരാം കേട്ടോ. ഇനി നാലാമത്തെ എഫക്റ്റീവ്നെസ്, ഫലപ്രാപ്തി. Effectiveness. We are interested in the type of care and generate positive changes in the patient health or quality of life. നമ്മൾ എന്തിലാണ് ഇൻട്രസ്റ്റ്? നമുക്ക് ഈ ആളുകൾക്ക്, അതായത് പേഷ്യൻസിന് നല്ലൊരു പോസിറ്റീവ് ചേഞ്ച് വരുത്തുന്ന രീതിയിലുള്ള നല്ലൊരു ക്വാളിറ്റി ലൈഫിന് വേണ്ടിയുള്ള എന്താണ് അങ്ങനെയുള്ള സർവീസ് കൊടുക്കുന്നതിൽ എന്താണ് ഞങ്ങൾ ഇൻട്രസ്റ്റ് ആണ്. ആ ഒരു ക്വാളിറ്റി ഹെൽത്ത് കെയർ, അവർക്കുടെ ഇൻട്രസ്റ്റ് എന്താ, അവരുടെ താല്പര്യം എന്താണ്? രോഗിയുടെ ആരോഗ്യത്തിലോ, നല്ലൊരു പേഷ്യന്റ് ഹെൽത്ത് അല്ലെ, അവരുടെ ആരോഗ്യത്തിലോ അല്ലെങ്കിൽ അവരുടെ ക്വാളിറ്റി ഓഫ് ലൈഫ്, ജീവിത നിലവാരത്തിലോ ഒക്കെ നല്ല മാറ്റം വരുന്ന ഒരു പോസിറ്റീവ് ചേഞ്ച്, നല്ല മാറ്റം വരുത്തുന്ന രീതിയിലുള്ള സർവീസുകൾ കൊടുക്കണം എന്നതാണ് ക്വാളിറ്റി ഹെൽത്ത് കെയർ. ആ കെയറിന്റെ ഒരു എന്താ പറയാ, ഒരു ഗുണനിലവാരമുള്ള ഒരു പരിചരണം, അതിന്റെ ഒരു താല്പര്യം എന്ന് പറയുന്നത്. അങ്ങനെ കൊടുക്കാനാണ് അവർ ആഗ്രഹിക്കുന്നത്. We therefore provide the treatment as known to be truthful. Truthful എന്ന് പറഞ്ഞാൽ ട്രൂത്ത്ഫുൾ. ഫ്രൂട്ട്ഫുൾ എന്നാണെങ്കിൽ അത് ഫലവത്തായ എന്നുള്ളൊരു മീനിങ് ആണ്. ട്രൂത്ത്ഫുൾ എന്ന് പറഞ്ഞാൽ അതിപ്പോ എന്തായാലും കുഴപ്പമില്ല, ട്രൂത്ത്ഫുൾ എന്ന് പറഞ്ഞാലും കുഴപ്പമില്ല. എന്ന് വെച്ചാൽ സത്യസന്ധമായിട്ടുള്ള അല്ലെങ്കിൽ ഒരു നല്ലൊരു ഫലവത്തായിട്ടുള്ള ട്രീറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്നതിനാണ് ഞങ്ങൾ അവിടെ ഇഷ്ടപ്പെടുന്നത്. അല്ലെങ്കിൽ ഞങ്ങൾ അങ്ങനെയാണ് അവിടെ നിന്ന് ക്വാളിറ്റി കെയറിൽ നിന്ന് പ്രൊവൈഡ് ചെയ്യുന്നത്. എങ്ങനെയാ? therefore provide treatment that are known to be truthful. അതായത് ഒരു ഫലവത്തായ അല്ലെങ്കിൽ ട്രൂത്ത്ഫുൾ എന്നാണെങ്കിലും തെറ്റില്ല കേട്ടോ. അതായത് നമ്മൾ സത്യസന്ധമായ അല്ലെങ്കിൽ നല്ല നിലവാരമുള്ള ഒരു ട്രീറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്യണമെന്നാണ് പ്രൊവൈഡ് ചെയ്യണം. അതാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്, അതിലാണ് ഞങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉള്ളത്. ഫോർ എക്സാമ്പിൾ നോക്കിയേ, ഗിവിംഗ് എ ചൈൽഡ് വിത്ത് ഡയേറിയ വന്ന ഒരു കുട്ടിക്ക് എന്ത് കൊടുക്കാനാ? ഓറൽ റീഹൈഡ്രേഷൻ സോൾട്ട്, ORS കൊടുക്കൂലേ അല്ലേ? ORS ലൈനി കൊടുക്കൂലേ? അപ്പൊ അതായത് എന്താ പറഞ്ഞിരിക്കുന്നേ, ആ പേഷ്യൻസിന്റെ ലൈഫ് നല്ല രീതിയിലേക്ക് ആകുന്ന അല്ലെങ്കിൽ അവർക്കൊരു നല്ലൊരു പോസിറ്റീവ് ചേഞ്ച് കൊടുക്കുന്ന രീതിയിലുള്ള ഒരു സർവീസ് കൊടുക്കാനാണ് ഒരു ക്വാളിറ്റി ഹെൽത്ത് കെയർ ഇൻട്രസ്റ്റ്, അവർക്ക് താല്പര്യം, അല്ലെങ്കിൽ അങ്ങനെയാണ് അവർ കൊടുക്കുന്നത്. ഓക്കെ, അല്ലെങ്കിൽ ഒരു ഫലപ്രാപ്തി.
ഇനി അടുത്തതാണ് ഏതാണ്? എഫിഷ്യൻസി. എഫിഷ്യൻസി, അതിനകത്ത് ആ സെന്റൻസ് ഒന്ന് നോട്ട് ചെയ്തിട്ടോ കേട്ടോ. നോക്കിയേ, എഫിഷ്യൻസി ഈസ് ദ പ്രൊവിഷൻ ഓഫ് ഹൈ ക്വാളിറ്റി കെയർ അറ്റ് ദ ലീസ്റ്റ് പോസിബിൾ കോസ്റ്റ്. എന്താ പറഞ്ഞേക്കുന്നത്? എഫിഷ്യൻസി അല്ലെങ്കിൽ കാര്യക്ഷമത എന്നൊക്കെ നമ്മൾ പറഞ്ഞതാണ് അല്ലെ. കാര്യക്ഷമത എന്ന് പറഞ്ഞ എന്താ? ഹൈ ക്വാളിറ്റി കെയർ അറ്റ് ലീസ്റ്റ് പോസിബിൾ കോസ്റ്റ്. അതായത് നമ്മൾ നല്ല ക്വാളിറ്റി കെയർ കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് കുറെ കോസ്റ്റ് പറ്റോ? പൈസ കൂടുതൽ പറ്റോ? ഇല്ല അല്ലെ. അതായത് കുറഞ്ഞ കോസ്റ്റില് നല്ല ക്വാളിറ്റി സർവീസ് കൊടുക്കുക, അതാണ് എഫിഷ്യൻസി, കാര്യക്ഷമത എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതൊന്നും അവിടെ അണ്ടർലൈൻ ചെയ്തോ. ഡാഷ് ഈസ് ദ പ്രൊവിഷൻ എന്ന് പറഞ്ഞ് വേണമെങ്കിൽ ചോദിക്കാം. കാര്യക്ഷമത എന്ന് പറഞ്ഞത് എന്താണ്? കുറഞ്ഞ ചെലവില് ഉയർന്ന നിലവാരമുള്ള ഒരു സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നു, അതാണ് അതിന്റെ എഫിഷ്യൻസി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. We are expected to make the best use of resources and our waste of our resources. അവിടെ മിഗർ എന്നാണ് കേട്ടോ, തുച്ഛമായ. മിഗർ, MEAGRE, മിഗർ, തുച്ഛമായ. അന്നപ്പോ നോക്കിയ എങ്ങനെയാണ്? എക്സ്പെക്റ്റഡ്, ഞങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നത് എങ്ങനെയാ? ടു മേക്ക് ദ ബെസ്റ്റ് യൂസ് ഓഫ് റിസോഴ്സുകള്, ഹോസ്പിറ്റലിലേക്ക് വേണ്ട വിഭവങ്ങള് എങ്ങനെയാ? അതിന്റെ നല്ല ഉപയോഗം, അത് പാഴാക്കാതെ വേസ്റ്റ് ആക്കാതെ അതിന്റെ നല്ലൊരു റിസോഴ്സിന്റെ ഉപയോഗം. ആൻഡ് അവോയ്ഡ് എന്ന് പറഞ്ഞാൽ പ്രിവെന്റ്, തടയുക. വേസ്റ്റേജ് ഓഫ് അവർ മിഗർ റിസോഴ്സസ്. കണ്ടോ, നമ്മുടെ തുച്ഛമായിട്ടുള്ള ആ റിസോഴ്സുകള് വേസ്റ്റ് ആക്കുന്നത് തടയുക. വേസ്റ്റ് ആക്കുന്നത് തടയുക. റിസോഴ്സ് പരമാവധി പ്രയോജനപ്പെടുത്തുക, അതുപോലെ അത് വേസ്റ്റ് ആക്കുന്നത് അല്ലെ, അത് തടയുക. Then we waste resource by prescribing. ഇനി നമുക്ക് എങ്ങനെയാ നമ്മൾ ആ റിസോഴ്സുകൾ, ഇപ്പൊ മെഡിസിൻ ആണെങ്കിലൊക്കെ നമ്മൾ എങ്ങനെ വേസ്റ്റ് ആക്കുന്നത്, എങ്ങനെ വേസ്റ്റേജ് ചെയ്യുന്നത്? We waste resource by prescribing unwanted drugs, stocking more drugs than is needed, and make them expire by buying supplies and equipments we do not use. എങ്ങനെയാ പറഞ്ഞേക്കുന്നേ? അപ്പൊ നമുക്ക് ആവശ്യമില്ലാത്ത മരുന്നുകൾ നിർദ്ദേശിച്ച്, അപ്പൊ വേസ്റ്റേജ് ആവൂലേ? റിസോഴ്സ് വേസ്റ്റ് ആവൂലേ? അല്ലെങ്കിൽ മെഡിസിൻ വേസ്റ്റ് ആയി പോകൂലേ? ദി വേസ്റ്റ് റിസോഴ്സ്. ഇവിടെ ഇപ്പൊ മെഡിസിൻ ആണെങ്കിൽ എങ്ങനെയാ? പ്രിസ്ക്രൈബിങ് അൺവാണ്ടഡ് ഡ്രഗ്സ്, ആവശ്യമില്ലാത്ത മരുന്നുകള് നിർദ്ദേശിച്ച്. നമുക്ക് ആവശ്യത്തിനുള്ളത് എന്താണ് രോഗം കറക്റ്റ് കണ്ടുപിടിച്ച് അതിനുള്ള മരുന്നുകൾ മാത്രം കഴിച്ചാൽ പോരെ? അതിന്റെ കൂട്ടത്തില് ആവശ്യമില്ലാത്ത മരുന്നുകൾ നിർദ്ദേശിച്ച്. സ്റ്റോക്കിംഗ് മോർ ഡ്രഗ്സ് ദാൻ ഈസ് നീഡഡ്, നമുക്ക് ആവശ്യത്തിന് കൂടുതൽ മരുന്നുകൾ സ്റ്റോക്ക് ചെയ്ത്. ഇപ്പൊ 10 മേടിച്ചാൽ മതി, നമ്മൾ 20 മേടിച്ചു വെച്ചു, അത് ആ 10 കഴിച്ചാൽ മതി അല്ലെ? നമുക്ക് ആവശ്യത്തിൽ സ്റ്റോക്ക് ചെയ്താൽ മതി, ബാക്കിയത് നമ്മൾ വെറുതെ വേസ്റ്റ് ആയി പോവില്ലേ അല്ലെ? അങ്ങനെ നമുക്ക് റിസോഴ്സ്, മെഡിസിൻസ് ആണെങ്കിൽ മെഡിസിൻ, അത് നമുക്ക് എന്ത് ചെയ്യാം? അത് വേസ്റ്റേജ് ആയി പോകും. പിന്നെ അടുത്ത നോക്കി, ആൻഡ് മേക്കിംഗ് ദ എക്സ്പയർഡ് ബൈ ബൈയിങ് സപ്ലൈസ് ആൻഡ് എക്യുപ്മെന്റ് we do not use. കണ്ടോ? അപ്പൊ ഒന്നാമത്തെ എന്താ പറഞ്ഞേക്കണേ? ആവശ്യമില്ലാത്ത മരുന്നുകള് നമ്മള് എന്താ പ്രിസ്ക്രൈബ് ചെയ്ത് നിർദ്ദേശിച്ച്, പിന്നെ ആവശ്യത്തിൽ കൂടുതൽ മരുന്നുകൾ സ്റ്റോക്ക് ചെയ്ത്, പിന്നെ അടുത്ത് എന്താ പറഞ്ഞേക്കെ? ഉപയോഗിക്കാത്ത സാധനങ്ങള് അല്ലെങ്കിൽ എക്യുപ്മെന്റ്സ്, ഉപകരണങ്ങളും ഒക്കെ വാങ്ങി അത് കാലഹരണപ്പെട്ടു പോകുക, അതിന്റെ എക്സ്പയറി കഴിഞ്ഞു പോവുക. അങ്ങനെ വരുമ്പോഴും നമുക്ക് ഈ റിസോഴ്സുകൾ വേസ്റ്റേജ് ആവാം അല്ലെ? ഇപ്പൊ പ്രത്യേകിച്ച് മരുന്നുകളൊക്കെ ആണെങ്കിൽ ഒരു എക്സ്പയറി ഡേറ്റ് ഉണ്ട്, അത് കഴിഞ്ഞാൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല അല്ലെ? ഇത്ര ഡേറ്റ് വരെയൊക്കെ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അപ്പൊ അങ്ങനെ നമ്മൾ കൂടുതൽ സ്റ്റോക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാലും എന്താ? റിസോഴ്സുകൾ വേസ്റ്റേജ് ആയി പോകാം. Then what happen when we stock more drugs than is needed? നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുക, എന്താ സംഭവിക്കുന്നത്? നമുക്ക് ആവശ്യത്തിന് കൂടുതൽ ഡ്രഗ്സുകൾ സ്റ്റോക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്താ സംഭവിക്കണേ? What happen when we stock more drugs than is needed? നമ്മൾ ആവശ്യത്തിലധികം മരുന്നുകൾ സ്റ്റോക്ക് ചെയ്താൽ എന്ത് സംഭവിക്കും? എന്താ സംഭവിക്കണേ? നീതു, കൃഷ്ണ, സൗമ്യ,
ആ വേസ്റ്റേജ് ആയി പോകും അല്ലെ, അത് വേസ്റ്റ് ആയി പോകും, എക്സ്പയർഡ് കഴിഞ്ഞു പോകും, നമുക്ക് ഉപയോഗിക്കാൻ പറ്റാതെയാകും അല്ലെ. അപ്പൊ ഒരു കാര്യക്ഷമത എന്നുള്ളത് വലിയൊരു ഇതാണ്, നമുക്ക് ക്വാളിറ്റി ഹെൽത്ത് കെയറിന്റെ ഒരു കമ്പോണന്റ് ആണ്, ഒരു ഭാഗമാണ് കേട്ടോ. അപ്പൊ നമ്മൾ ആവശ്യത്തിൽ മാത്രം സ്റ്റോക്ക് ചെയ്യുക, റിസോഴ്സുകൾ വേസ്റ്റേജ് ചെയ്യാതെ തന്നെ നമ്മൾ കുറഞ്ഞ ചെലവില് നമ്മൾ ഹൈ ക്വാളിറ്റി കെയർ പ്രൊവൈഡ് ചെയ്യുക. അപ്പൊ അതിനകത്ത് ഫസ്റ്റ് ലൈൻ മാത്രം ഒന്ന് നോട്ട് ചെയ്തിട്ടാൽ മതി. അതൊക്കെയാണ് നമുക്ക് അതിനകത്ത് ചോദിക്കാൻ, ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് ആയിട്ട് ചോദിക്കാനുള്ളൂ. ഇനി നോക്കി, അടുത്തതാണ് കണ്ടിന്യൂറ്റി. കണ്ടിന്യൂറ്റി എന്ന് പറഞ്ഞാൽ എന്താ? തുടർച്ച വേണ്ടേ? കണ്ടിന്യൂറ്റി വേണ്ടേ? നമുക്കിപ്പോ നമ്മൾ പോയി ഹോസ്പിറ്റലിൽ മരുന്ന് മേടിച്ചു, ഇനി നമ്മൾ ചിലപ്പോ ഒരു മാസം കഴിഞ്ഞിട്ട് ചെല്ലുമ്പോൾ എന്താ നമ്മുടെ മുന്നുള്ള റെക്കോർഡൊക്കെ ഒന്ന് പരിശോധിക്കും അല്ലെ. നമുക്ക് അത് നോക്കിയിട്ട് അന്ന് നമ്മൾ എന്തിനാണോ മരുന്ന് മേടിച്ചത്, എന്താണോ അതിന്റെ കണ്ടിന്യൂഷൻ അല്ലെങ്കിൽ എന്തെങ്കിലും ആണോ എന്നൊക്കെ ഇതിന് മുന്നേ അപ്പൊ നമുക്ക് അറിയാൻ പറ്റും. അപ്പൊ അതിന്റെ കണ്ടിന്യൂറ്റി, മറ്റ് എന്താ പറയാ, ആ ഹെൽത്ത് എക്സാക്ട് ഹെൽത്ത് റെക്കോർഡുകൾ നമ്മൾ അത് കീപ്പ് ചെയ്തുകൊണ്ട് തന്നെ, അപ്പൊ നമ്മൾ വേറെ സ്റ്റാഫാണ് നമ്മൾ നോക്കണമെങ്കിലും എന്താ പറയാ അവർക്ക് ആ കണ്ടിന്യൂറ്റി ചെയ്യാൻ പറ്റും. അതാണ് നമ്മൾ ആ ഡിസ്ചാർജ് സമ്മറി ഒക്കെ ഇല്ലേ. അപ്പൊ നെക്സ്റ്റ് ഇപ്പൊ നമ്മൾ ആദ്യം ചെല്ലുന്ന കാണുമ്പോഴുള്ള സ്റ്റാഫ് അല്ലെങ്കിൽ ഡോക്ടർ ആയിരുന്നില്ല, അപ്പൊ മെഡിക്കൽ റെക്കോർഡ്സുകളൊക്കെ കീപ്പ് ചെയ്ത്, ചിലപ്പോ അല്ലെങ്കിൽ അടുത്ത പ്രാവശ്യം ചിലപ്പോ വേറെ ഡോക്ടർ ആണെങ്കിലും ഡോക്ടറിനെ നോക്കാം അല്ലെ. ഇതിന് മുന്നേ വന്നപ്പോ ഏത് ഡോക്ടറെ കണ്ടത്, എന്തൊക്കെ മെഡിസിൻസ് ആണ് കഴിച്ചത്, എന്താണ് രോഗം എന്നൊക്കെ നോക്കിയിട്ട് അതിന്റെ കണ്ടിന്യൂഷൻ കൊടുക്കാൻ പറ്റും. ഓക്കെ, safety continuity നോക്കിയേ. Continuity implies that the client receives the full range of health services he or she needs, and that when the case is beyond us. അടുത്ത് നോക്കി എന്താ പറഞ്ഞിരിക്കുന്നത്? കണ്ടിന്യൂറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്താ? ക്ലയന്റിന് ആവശ്യമായിട്ടുള്ള ഹെൽത്ത് സർവീസിന്റെ ഫുൾ റേഞ്ചും ലഭിക്കുന്ന കേസ് നമുക്ക് അതിന്റെ ഒരു അപ്പുറമാക്കുമ്പോൾ നമുക്ക് അതെന്താ കൂടുതൽ പരിചരണത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഫർദർ കെയറിന് വേണ്ടിയിട്ട് അതിന്റെ ആ ലെവല് അറ്റൈൻ ചെയ്യാൻ വേണ്ടി കൊടുക്കുന്നതാണ്. ഇപ്പൊ വേറെ സ്ഥലങ്ങളിലേക്ക് റെഫർ ചെയ്യാലോ, ഇപ്പൊ നമ്മുടെ ഇവിടെ പറ്റിയില്ല, നമ്മൾ വേറെ ഹോസ്പിറ്റലിലേക്ക് റെഫർ ചെയ്യാം. അപ്പൊ ഇവിടത്തുള്ള ചീട്ടും കാര്യങ്ങളും ചാർട്ടും ഒക്കെ അല്ലെങ്കിൽ നമ്മൾ ആ ഡിസ്ചാർജ് ചെയ്ത് പോയ സമ്മറിയും ഇതെല്ലാം കൊണ്ടുപോകണം നമ്മൾ അല്ലെ. എങ്കില അപ്പൊ അങ്ങനെ എന്തിനു വേണ്ടി? അവരുടെ ഫർദർ കെയറിന് വേണ്ടിയിട്ട്. കേസ് നമ്മുടെ അപ്പുറത്താണെങ്കിലും നമ്മൾ എന്ത് ചെയ്യുന്നു? വി പ്രിഫർ ഹിം ഓർ ഹെയർ ടു ദ റൈറ്റ് ലെവൽ ഫോർ ഫർദർ കെയർ അല്ലെ. ഇനി അതിന്റെ കണ്ടിന്യൂഷൻ കിട്ടാനുള്ള എല്ലാ കാര്യങ്ങളും നല്ലൊരു ക്വാളിറ്റി ഹെൽത്ത് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അല്ലെ. Continuity may be attained by the patient seeing the same primary health care workers or by keeping exact health record. കണ്ടോ? അതൊന്ന് അണ്ടർലൈൻ ചെയ്ത് കേട്ടോ. എങ്ങനെയാ? അത് കൃത്യമായിട്ടുള്ള ഹെൽത്ത് റെക്കോർഡ് കീപ്പ് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സോ ദാറ്റ് another staff can have sufficient information to follow up the patient. കണ്ടോ? ആ പേഷ്യന്റിനെ ഫോളോ ചെയ്യാനായിട്ട് വേറെ സ്റ്റാഫിന് എന്ത് ചെയ്യുന്നു? സഫീഷ്യന്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ ആ ഹെൽത്ത് റെക്കോർഡിൽ കൂടെ കിട്ടും അല്ലെ. അപ്പൊ ഹെൽപ്പ് ചെയ്യാണ് അവരെ. ശരിയാണ്. അപ്പൊ എന്താ പറയാ, അവര് ഹെൽപ്പ് ചെയ്യും. അപ്പൊ അതാണ് പറഞ്ഞത് കണ്ടിന്യൂറ്റി, തുടർച്ച എന്നുള്ളത് ഈ ക്വാളിറ്റി ഹെൽത്ത് സർവീസിന്റെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കമ്പോണന്റ് തന്നെയാണ്. അതായത് പേഷ്യന്റിനും നമുക്ക് എന്താ പറയാ ഫർദർ കെയറിന് വേണ്ടി നമ്മൾ പ്രിഫർ ചെയ്യുമ്പോഴൊക്കെ പേഷ്യന്റിനെ കുറിച്ചുള്ള സഫീഷ്യന്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ അടുത്ത സ്റ്റാഫിന് വേറെ സ്റ്റാഫിന് പ്രൊവൈഡ് ചെയ്യാനായിട്ട് അതെങ്ങനെയാ? കീപ്പിംഗ് എക്സാക്ട് ഹെൽത്ത് റെക്കോർഡ്സിലൂടെ നമുക്ക് പറ്റും അല്ലെ. അങ്ങനെ കൊടുക്കും ഹോസ്പിറ്റലിൽ നിന്ന്. ഓക്കെ, അതിനകത്ത് അതൊന്ന് ഫസ്റ്റ് ലൈൻ വേണമെങ്കിൽ ഒന്ന് അണ്ടർലൈൻ ചെയ്തു കേട്ടോ. ഡാഷ് ഇംപ്ലൈസ് ദാറ്റ് ദ ക്ലയന്റ് റിസീവ് ഫുൾ റേഞ്ച് ഓഫ് ഹെൽത്ത് സർവീസ്. അത് വേണമെങ്കിൽ ചുരുക്കി വേണമെങ്കിൽ ഏതെങ്കിലും രീതിയിൽ ഫർദർ മോർ കെയർ അല്ലെങ്കിൽ അവർക്ക് ആ ഫോളോ അപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താണ് നമുക്ക് കൊടുക്കണ്ടേ എന്നുള്ളത്, അല്ലെങ്കിൽ ഏത് കമ്പോണന്റ് ആണ് അവിടെ ഉപയോഗിക്കണേ. കാര്യം മനസ്സിലായില്ല എന്താണ് കണ്ടിന്യൂറ്റി എന്ന് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അടുത്തതാണ് സേഫ്റ്റി എന്ന് പറയുന്നത്, സുരക്ഷ. അതും വളരെ ഇമ്പോർട്ടന്റ് ആണ് അല്ലെ. സേഫ്റ്റി ഇമ്പോർട്ടന്റ് തന്നെയല്ലേ. ഓക്കെ, സുരക്ഷ. സേഫ്റ്റി implies that when providing health service we reduce to barest minimum injury. ഏറ്റവും barest എന്ന് പറഞ്ഞാൽ ഏറ്റവും കുറഞ്ഞ പരിക്കുകള്
പിന്നെ ഇൻഫെക്ഷൻ, ഏറ്റവും കുറഞ്ഞ ഇൻഫെക്ഷൻ അല്ലെങ്കിൽ ഹാർംഫുൾ, ദോഷകരമായിട്ടുള്ള ആഫ്റ്റർ എഫക്ട്സുകൾ ഏറ്റവും കുറഞ്ഞ രീതിയിൽ ആൻഡ് അതർ ഡേഞ്ചറസ് ടു ക്ലൈന്റ് ആൻഡ് ടു ദ സ്റ്റാഫ്. അതാണ് ശരിക്കും സേഫ്റ്റി എന്ന് പറയുന്നത്. എന്താ സേഫ്റ്റി? എന്താ? ആരോഗ്യ സേവനങ്ങൾ നമ്മൾ ഹെൽത്ത് സർവീസ് പ്രൊവൈഡ് ചെയ്യുമ്പോൾ എങ്ങനെ വേണം? ഏറ്റവും കുറഞ്ഞ ഇഞ്ചുറി, കുറഞ്ഞ ഇൻഫെക്ഷൻ, പേഷ്യൻസിന് ഒരു ദോഷം ഉണ്ടാകാതെ കുറഞ്ഞ ഹാർംഫുൾ ആഫ്റ്റർ എഫക്ട്സുകള്, പിന്നെ അതുപോലെ തന്നെ മറ്റുള്ള കുറഞ്ഞ അപകടങ്ങള്. ഇത് ആർക്ക് വേണ്ടി? ക്ലൈന്റ് ആൻഡ് ടു സ്റ്റാഫ് അല്ലെ? അപ്പൊ അങ്ങനെ കൊടുക്കണം. അതാണ് എന്താ സേഫ്റ്റി എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. When providing health service, we reduce to the അല്ലെ കുറയ്ക്കുന്ന രീതിയിലുള്ളതായിരിക്കണം. മിനിമം ഇഞ്ചുറി കുറയ്ക്കുന്നത്, ഇൻഫെക്ഷൻ കുറയ്ക്കുന്നത്, ഹാർംഫുൾ ആവാൻ പാടില്ല, മറ്റുള്ള ദോഷങ്ങളൊന്നും വരാൻ പാടില്ല. വളരെ സേഫ് ആയിട്ടുള്ള ഹെൽത്ത് കെയർ പ്രൊവൈഡ് ചെയ്യണം. ഫ്രീ ഫ്രം ഇഞ്ചുറി, ഇതിൽ നിന്നൊക്കെ ഫ്രീ ആയിരിക്കണം കേട്ടോ. അങ്ങനെയുള്ളത് കൊടുക്കണം. അപ്പൊ അതൊന്ന് ഫസ്റ്റ് ലൈൻ അവിടെ ഒന്ന് അണ്ടർലൈൻ ചെയ്തു കേട്ടോ. Dash implies that when providing health service, we reduce to the barest minimum injury. A sentence നോക്കി വെച്ചു. When providing quality care, we should not put the patient life at the risk. കണ്ടോ, നമ്മളൊരു ഗുണനിലവാരമുള്ള ഒരു പരിചരണം നമ്മൾ കൊടുക്കുമ്പോൾ പേഷ്യന്റിന്റെ ലൈഫ്, പേഷ്യന്റിന്റെ ജീവിതം ഒരിക്കലും റിസ്കിലാവരുത് അല്ലെ? ഒരിക്കലും അപകടത്തിൽ വരാകാൻ പാടില്ല. അതുപോലെ അത്രയും ശ്രദ്ധിച്ചു വേണം നമ്മളൊരു നല്ലൊരു ഗുണമേന്മയുള്ള ഒരു ഹെൽത്ത് കെയർ കൊടുക്കാൻ വേണ്ടിയിട്ട് അല്ലെ? അപ്പൊ അവർക്കുടെ അപകടങ്ങളൊക്കെ അങ്ങനെ കുറയ്ക്കുന്നു. We should not put the patient life at the risk. For example, we should not give a insecure blood. എന്താ നമ്മൾ ബ്ലഡ് ടെസ്റ്റ് ബ്ലഡ് ബാങ്കിലൊക്കെ പഠിച്ചതല്ലേ? അല്ലെ? ഇൻസെക്യൂർ ആയിട്ടുള്ള ബ്ലഡ് കൊടുക്കാൻ പറ്റുമോ പേഷ്യന്റിന്? We should not give, കൊടുക്കാൻ പാടില്ല to the patient and thereby infect them with the HIV or AIDS. HIV ഉള്ള AIDS ഉള്ള അങ്ങനെയുള്ള പേഷ്യൻസിന്റെ ഒക്കെ ബ്ലഡ് ഒന്നും, അതായത് ഇൻസെക്യൂർ ആയിട്ടുള്ള ബ്ലഡ് ഒന്നും കൊടുക്കാൻ പാടില്ല. നമ്മൾ എപ്പോഴും ഒരു നല്ലൊരു നിലവാരമുള്ള ഒരു ഹെൽത്ത് കെയറിന് വേണ്ട ഒരു കമ്പോണന്റ് ആണ് സേഫ്റ്റി. ഇമ്പോർട്ടന്റ് തന്നെയാണ് കേട്ടോ സേഫ്റ്റി എന്ന് പറയുന്നത്. HIV ഒക്കെ അറിയാലോ അല്ലെ? ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ് അറിഞ്ഞൂടെ? HIV, ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ്. HIV. AIDS ആണെങ്കിലോ അക്യൂട്ട് ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി സിൻഡ്രോം. അക്യൂട്ട് ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി സിൻഡ്രോം ഇതൊക്കെ നമുക്ക് അറിയാവുന്ന എക്സ്പാൻഡഡ് ഫോം തന്നെയാണ്. അപ്പൊ എന്താ പറയാ, അങ്ങനെ പേഷ്യൻസിന് നല്ല ക്വാളിറ്റിയിലുള്ള കെയർ തന്നെ കൊടുക്കണം. സേഫ്റ്റി എപ്പോഴും നോക്കണം. ഒരിക്കലും നമ്മൾ ഒരു സർവീസ് നമ്മൾ കൊടുക്കുമ്പോൾ എന്താ പേഷ്യന്റ് ജീവിതം ഒരിക്കലും ഒരു അപകടത്തിലാവാൻ പാടില്ല. ഇൻസെക്യൂർ ആയിട്ടുള്ള ബ്ലഡ് പ്രൊവൈഡ് ചെയ്യാൻ പാടില്ല. ഓക്കെ, അത്രയൊക്കെയാണ് അതിനകത്ത് പറഞ്ഞേക്കുന്നത് കേട്ടോ. ഇനി അടുത്തതാണ് ഇന്റർപേഴ്സണൽ റിലേഷൻസ്, വ്യക്തിബന്ധങ്ങൾ. അതും വേണം, നല്ലൊരു റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. Okay, interpersonal relations. It refers to the relationship between us and our clients and communities, between health manager and their staff. Health manager, staff, നമ്മുടെ ക്ലയന്റ് എന്ന് പറഞ്ഞാൽ പേഷ്യൻസ്, കമ്മ്യൂണിറ്റി, ഇവരൊക്കെ ആയിട്ട് എന്ത് വേണം? ഒരു നല്ലൊരു റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. അതൊന്ന് അണ്ടർലൈൻ ചെയ്തോ കേട്ടോ. Dash refers to the relationship. അത് കണ്ടാൽ തന്നെ അറിയാലോ, റിലേഷൻഷിപ്പ് കണ്ടാൽ അറിയാം. ഇന്റർപേഴ്സണൽ റിലേഷൻസ് ആണ് between us and our client and communities, between health manager and their staff. PR, പബ്ലിക് റിലേഷൻ, എല്ലാവരുമായിട്ട് നമ്മളൊരു റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. We should show respect to our client. വേണ്ടേ? ക്ലയന്റിനോട് റെസ്പെക്ട് ആയിരിക്കണം അല്ലെ? ക്ലയന്റിനോട് എങ്ങനെ വേണം? നല്ല ബഹുമാനത്തോടു കൂടി. അവരെ നമ്മൾ ഫ്രണ്ട് ഓഫീസിലൊക്കെ പഠിച്ചില്ലേ അല്ലെ? ക്ലയന്റിനോട് നല്ല ബഹുമാനത്തോടു കൂടി തന്നെ പെരുമാറണം. ഫീൽ അവർ പേഷ്യന്റ്
then feel for our patients. നമുക്ക് പേഷ്യൻസിനോട് നല്ല ബഹുമാനം കാണിക്കണം. ആൻഡ് ഇതൊക്കെ do not rude or shout at them. അവരോട് റൂഡായിട്ട് പരുക്കമായിട്ട് ഒന്നും സംസാരിക്കാൻ പാടില്ല. അവരോട് ഷൗട്ട് ചെയ്യാൻ പാടില്ല. ഒച്ചയൊന്നും എടുക്കാൻ പാടില്ല. not reveal information we get from patient to other people. പിന്നെ ഒരു കാര്യം പറയണ്ടല്ലോ, റിവീൽ എന്ന് പറഞ്ഞാൽ വെളിപ്പെടുത്തുക. എന്ത് ചെയ്യാൻ പാടില്ല? നോട്ട് റിവീൽ, വെളിപ്പെടുത്താൻ പാടില്ല. എന്ത്? ഇൻഫർമേഷൻ വി ഗെറ്റ് ഫ്രം പേഷ്യന്റ് ടു അതർ പീപ്പിൾ. ഒരു പേഷ്യന്റിൽ നിന്നും കളക്ട് ചെയ്യുന്ന ഇൻഫർമേഷൻ മറ്റുള്ള ആളുകളോട് എന്ത് ചെയ്യാൻ പാടില്ല? വെളിപ്പെടുത്താൻ പാടില്ല. ഉണ്ടോ? അപ്പൊ നമ്മൾ എന്താ പറഞ്ഞേക്കുന്നത് അതിനകത്ത്? ഇതെന്ന് പറഞ്ഞാൽ ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ക്ലയന്റ്, കമ്മ്യൂണിറ്റീസ് ആൻഡ് ബിറ്റ്വീൻ ആർക്ക് തമ്മിലാണ്? ഹെൽത്ത് മാനേജർ, സ്റ്റാഫ്, ഇവരെല്ലാവരും തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പാണ് ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. ഇനി നമ്മള് പേഷ്യന്റിനോട് സീക്രട്ടസി വേണം, സീക്രട്ട് ആയിരിക്കണം. ശരിയാണ്. നോക്കിയേ, അതിനകത്ത് പറഞ്ഞേക്കുന്നത് പിന്നെ എന്താ? നമ്മള് ക്ലയന്റിനോട് നമ്മള് റെസ്പെക്ട്, ക്ലയന്റ് എന്ന് പറഞ്ഞ പേഷ്യന്റ്, ഹോസ്പിറ്റലിലെ ക്ലയന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേഷ്യന്റ് തന്നെ. പേഷ്യന്റിനോട് നല്ല ബഹുമാനത്തിൽ പെരുമാറണം. പേഷ്യന്റിനെ ഫീൽ ആക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളൊന്നും പറയാൻ പാടില്ല. അവരോട് പരുക്കമായിട്ട് സംസാരിക്കാൻ പാടില്ല. ഒച്ച വയ്ക്കാൻ പാടില്ല. ഇനി അവര് തരുന്ന ഇൻഫർമേഷൻ മറ്റുള്ള പേഷ്യന്റ് ആളുകളുമായിട്ട് എന്ത് ചെയ്യാൻ പാടില്ല? റിവീൽ, അത് വെളിപ്പെടുത്താൻ പാടില്ല. നോട്ട് റിവീൽ, അത് വെളിപ്പെടുത്താൻ പാടില്ല. ഒരു സീക്രട്ട് ആയിട്ട് വെക്കണം. അതൊക്കെ ഫ്രണ്ട് ഓഫീസിൽ നമ്മൾ പഠിച്ചില്ലേ അല്ലെ? പേഷ്യന്റ് നമ്മൾ വിശ്വസിച്ചേൽപ്പിക്കുന്ന ഇൻഫർമേഷൻ അത് മറ്റാരുമായിട്ടൊന്നും ഷെയർ ചെയ്യാൻ പാടില്ല. അതാണ് ഇന്റർപേഴ്സണൽ റിലേഷൻസ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? നോക്കി, റൈറ്റ് ഓഫ് പേഷ്യന്റ്. ശരിയാണോ? ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കി തന്നെ വെച്ചാൽ മതി കേട്ടോ. നിങ്ങൾക്ക് വായിക്കുമ്പോ അറിയാലോ. ഇതിനൊന്നും നമുക്ക് വലിയ ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് ആയിട്ട് ചോദിക്കാനൊന്നും ഇല്ല. ഇതിനകത്ത് എന്താ പറഞ്ഞേക്കണേ കാര്യം ഒന്ന് മനസ്സിലാക്കി വെക്കണം നമ്മൾ, അത്രേ ഉള്ളൂ. ഇനി അടുത്ത ലാസ്റ്റ് ആണ് അമ്യൂണിറ്റീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫെസിലിറ്റി. ഇച്ചിരി കൂടി ഉണ്ടല്ലേ. ഓക്കെ, നെക്സ്റ്റ് പേജ് ഞാൻ ശ്രദ്ധിച്ചില്ല. ഓക്കെ, there will be give rise to good relation and trust between the client or communities and us. നമ്മളും എന്ത് വേണം? ഒരു നല്ലൊരു റിലേഷൻഷിപ്പ് അല്ലെ? നമ്മള് ഒരു നല്ലൊരു റിലേഷൻഷിപ്പ് അവിടെ മെയിൻറ്റെയിൻ ചെയ്യണം. ട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? വിശ്വാസം. ക്ലയന്റ്, കമ്മ്യൂണിറ്റി തമ്മിലുള്ള ഒരു വിശ്വാസം, നല്ലൊരു റിലേഷൻഷിപ്പും ഉയർത്തിക്കൊണ്ട് വരണം. ക്ലയന്റ് റിഗാർഡ് ഗുഡ് ഇന്റർപേഴ്സണൽ റിലേഷൻസ് ആർ റിലേഷൻഷിപ്പ് ആസ് ആൻ ഇമ്പോർട്ടന്റ് ഫീച്ചർ ഓഫ് ക്വാളിറ്റി കെയർ. അതൊന്ന് അണ്ടർലൈൻ ചെയ്തിട്ടോ കേട്ടോ. എന്താ? ഓക്കെ, എന്താണ്? ക്ലയന്റ് റിഗാർഡ് ഗുഡ് ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പ്. ക്ലയന്റുമായിട്ട് നമ്മള് നല്ലൊരു വ്യക്തിബന്ധം, ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് എന്തിന്റെ ഫീച്ചറാണ്? ആസ് ആൻ ഇമ്പോർട്ടന്റ് ഫീച്ചർ ഓഫ് ക്വാളിറ്റി ഓഫ് കെയർ. പരിചരണത്തിന്റെ ആ ഒരു ഗുണനിലവാരത്തിന്റെ ഒരു പ്രധാന സവിശേഷതയാണ് എന്താണ്? ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പ്. ക്ലയന്റ് പേഷ്യന്റുമായിട്ടൊരു നല്ലൊരു റിലേഷൻഷിപ്പ്, അത് ക്വാളിറ്റി ഓഫ് കെയറിന്റെ നല്ലൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫീച്ചറാണ്. ലാസ്റ്റ് സെന്റൻസ് ഒന്ന് നോട്ട് ചെയ്തിട്ട്. ഇനിയാണ് 9ാമത്തെ അമ്യൂണിറ്റീസ് എന്ന് പറഞ്ഞ. അമ്യൂണിറ്റീസ് എന്താ? ഫെസിലിറ്റികളാണ്, സൗകര്യങ്ങള്. These are features that can be given by our health facility to make life smooth and pleasant for clients. എന്തിനാ ഹോസ്പിറ്റലിൽ ഇങ്ങനെ ഫെസിലിറ്റികൾ കൊടുക്കുന്നേ? എന്തിനു വേണ്ടിയാ? എന്തിനാ? പേഷ്യൻസിന് എന്തിനാ ഫെസിലിറ്റി കൊടുക്കുന്നേ? ഹോസ്പിറ്റലിൽ ഇങ്ങനെ ഓരോ സൗകര്യങ്ങൾ നമ്മൾ കൊടുത്തേക്കണത് നല്ല കെയർ കൊടുക്കാൻ. പിന്നെന്താ? നീതു ഒരു ഓപ്ഷൻ ഇട്ടുണ്ട്, എന്താ? കെയർ എന്നുള്ളത്. ഓക്കെ, ഫേവർ ചെയ്യാൻ. കൃഷ്ണ, സാറ്റിസ്ഫാക്ഷൻ അല്ലെ? പേഷ്യന്റ് നല്ല സംതൃപ്തി കിട്ടാൻ
അല്ലെ, നല്ല കെയർ കൊടുക്കാൻ, അവരെ ഫേവർ ചെയ്യാൻ, അവർക്ക് നല്ല സന്തോഷം ആക്കാനായിട്ട്, അല്ലെ, നല്ല ട്രീറ്റ്മെന്റ് കൊടുക്കാൻ, ഇതിനൊക്കെ കംഫർട്ടബിൾ ആക്കാൻ, ശരി, ടു റിക്കവർ സ്പീഡ് ഇതാക്കാനായിട്ട്, റിക്കവർ ചെയ്യാൻ, പിന്നെ അപ്പൊ അതൊക്കെ നമ്മള് എന്താ പറയാ അങ്ങനെയുള്ള ഫെസിലിറ്റികൾ കൊടുക്കുന്നുണ്ട്. ദീസ് ആർ ഫീച്ചർ. അപ്പൊ അമ്യൂണിറ്റീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദീസ് ആർ ഫീച്ചർ, സവിശേഷതയാണ്. എന്ത്? can be given by our health facility. ഹെൽത്ത് ഫെസിലിറ്റി കൊടുക്കുന്ന ഒരു സവിശേഷതയാണ്. എന്തിനാണ്? to make life smooth and pleasant for clients. ക്ലയൻസിന്റെ, അതായത് പേഷ്യൻസിന്റെ ലൈഫ് സ്മൂത്ത് ആക്കാൻ, സുഗമമാക്കാൻ, സന്തോഷമാക്കാനൊക്കെ വേണ്ടിയിട്ട് ഈ ഹെൽത്ത് ഫെസിലിറ്റി കൊടുക്കുന്ന സവിശേഷതയാണ് അമ്യൂണിറ്റീസ് എന്ന് പറയുന്നത്. അത് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഡാഷ് ആർ ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞുകൊണ്ട് അത് ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടു. ഡാഷ് ആർ ഫീച്ചേഴ്സ് ദാറ്റ് ക്യാൻ ബി ഗിവൺ ബൈ അവർ ഹെൽത്ത് ഫെസിലിറ്റി. ഹെൽത്ത് ഫെസിലിറ്റി കൊടുക്കുന്ന ഫീച്ചർ, സവിശേഷതയാ, അല്ലെ, ഫെസിലിറ്റികളാണ്, അമ്യൂണിറ്റീസ് ആണ്. ടു മേക്ക്, എന്തിനു വേണ്ടിയാ? ടു മേക്ക് ലൈഫ് സ്മൂത്ത് ആൻഡ് പ്ലസന്റ് ഫോർ ക്ലയൻസ്. ഈ ക്ലയൻസിന്റെ, അല്ലെങ്കിൽ പേഷ്യൻസിന്റെ ലൈഫ് സുഗമമാക്കാൻ, സന്തോഷപ്രദമാക്കാൻ വേണ്ടിയിട്ട് ഹെൽത്ത് ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്യുന്ന ഫീച്ചേഴ്സ്. നോക്കിയാൽ അതിനകത്ത് എന്തൊക്കെയാ പറഞ്ഞേ? ദേ കോൺട്രിബ്യൂട്ട് ടു ക്ലയന്റ് കണ്ടിറ്റ്മെന്റ്. കണ്ടിറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ സംതൃപ്തി, സാറ്റിസ്ഫാക്ഷൻ തന്നെയാണ് കേട്ടോ. contentment, സംതൃപ്തി, satisfaction, and make a client ready to use our service. അല്ലെ, അവർക്ക് എന്താണ്? they contribute, സംഭാവന കൊടുക്കാണ്. എന്താണ് കൊടുക്കുന്നത്? അവർക്ക് ആ പേഷ്യൻസിന്റെ ലൈഫ്, അത് പേഷ്യൻസിന്റെ സംതൃപ്തി, അല്ലെ, സംതൃപ്തിയാണ്. എങ്കിലാണ് അവര് വീണ്ടും ആ സർവീസ് ഉപയോഗിക്കുള്ളൂ, വീണ്ടും ആ ഹോസ്പിറ്റലിലേക്ക് വരുള്ളൂ, അല്ലെ. Client ready to use our service. നമ്മുടെ സർവീസ് എങ്കിലാണ് പേഷ്യന്റ് എന്താ പറയാ അത് അവിടെ ചെല്ലാനായിട്ട് അവരിതാവുള്ളൂ, അല്ലെ. നമ്മളും അങ്ങനെയല്ല, ഒരു ഫെസിലിറ്റി ഇല്ല, ചെന്ന് കഴിഞ്ഞാൽ ഒരു ടെസ്റ്റ് ചെയ്യാൻ പോലുള്ള സൗകര്യം ഇല്ല, പിന്നെ അങ്ങോട്ടേക്ക് നമ്മൾ പോകുമോ? നല്ല ഫെസിലിറ്റികൾ, നല്ല ട്രീറ്റ്മെന്റുകളൊക്കെ തന്ന, അല്ലെ, നമ്മുടെ ഡയഗ്നോസിസിനൊക്കെ ആണെങ്കിലും നല്ല ഫെസിലിറ്റി ഒക്കെ തന്നാൽ മാത്രമാണ് നമ്മൾ എന്താ അവരുടെ ഇതില് സാറ്റിസ്ഫൈഡ് ആവുള്ളൂ, അല്ലെ. അങ്ങനെയാണെങ്കിലാണ് വീണ്ടും നമ്മൾ അവിടേക്ക് ആ ഒരു ഹെൽത്ത് ഫെസിലിറ്റിയിലേക്ക് നമ്മൾ ചെല്ലുള്ളൂ, അല്ലെ. അപ്പൊ അതിനു വേണ്ടി ഹോസ്പിറ്റല് അല്ലെങ്കിൽ ആ ഹെൽത്ത് ഫെസിലിറ്റി നൽകുന്ന ഫീച്ചേഴ്സ് ആണ് അമ്യൂണിറ്റീസ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ എന്തൊക്കെയാണ് അതിനകത്ത് വരുന്നത്? കംഫർട്ടബിൾ സീറ്റ്സ്, അല്ലെ, ഓരോ പൊസിഷൻ അനുസരിച്ച്, അല്ലെ, സ്റ്റാഫുകൾക്ക്, പേഷ്യൻസിന് ഒക്കെ ഇരിക്കാനായിട്ട് അവരുടെ കംഫർട്ടബിലിറ്റിക്ക് വേണ്ടിയിട്ട് കംഫർട്ടബിൾ ആക്കാൻ അതുപോലെയുള്ള സീറ്റുകള്, ഓരോരുത്തർക്കും അനുയോജ്യകരമായിട്ടുള്ള, അല്ലെ, സീറ്റുകള്. ടെലിവിഷൻ സെറ്റ്സ്, ടെലിവിഷനൊക്കെ വെക്കാറില്ലേ? മ്യൂസിക്, അല്ലെ, നമ്മളിപ്പോ റിസപ്ഷനിലൊക്കെ പോയി കുറെ നേരം വെയിറ്റ് ചെയ്തിരിക്കണമെങ്കിൽ അവിടെ ഉണ്ടാവും, അല്ലെ, TV ഉണ്ടാവും. പിന്നെ അത് എന്താ പറയാ, ഇങ്ങനെയുള്ള സിനിമകളൊന്നും അല്ല അധികം വരണേ, അവിടെ ഹെൽത്ത് ടിപ്സുകളൊക്കെ കാണിക്കുന്ന ഷോർട്ട് വീഡിയോസ് ഒക്കെ ആയിരിക്കും കൂടുതൽ. അല്ലാതെ ഉണ്ടാവും കേട്ടോ, നമ്മുടെ സാധാ ചാനലുകളുള്ള TV ഉണ്ടാവും. പക്ഷെ പേഷ്യന്റ് അവിടെ ഇരുന്ന് ബോറടിക്കരുത്, അത്രയും അവർ ഉദ്ദേശിക്കുക. ന്യൂസ് ഉണ്ടാവും, ശരിയാണ്, ന്യൂസ് ഒക്കെ ഉണ്ടാവും, അവരവിടെ ബോറടിക്കരുത്. അതിന് മണിക്കൂറോളം ഇരിക്കുമ്പോൾ നമുക്കാണെങ്കിലും മുഷ്പ് വരൂലേ, അവിടെ പോയി എന്തോരം നേരം വെയിറ്റ് ചെയ്യണം. ഇതിപ്പം TV കണ്ടുകൊണ്ടിരുന്ന ആളൊക്കെ നമുക്ക് എന്താ പറയാ, നമുക്ക് ആ സമയം പോണതും നമുക്ക് അറിയില്ല, അല്ലെ. കാർട്ടൂൺ, പീഡിയാട്രിക്സിന്റെ ഏരിയയില് മൊത്തം കാർട്ടൂൺ. ശരിയാണ്. പിന്നെ അപ്പൊ നമ്മൾ പറഞ്ഞു ടെലിവിഷൻ സെറ്റ്സുകള്, മ്യൂസിക്കുകള്. പിന്നെ എഡ്യൂക്കേഷണൽ മെറ്റീരിയൽ, കണ്ടോ, എഡ്യൂക്കേഷണൽ മെറ്റീരിയൽസ് എന്താ, നമുക്ക് എഡ്യൂക്കേഷൻ തരുന്ന മാഗസീനുകളോ, ശരിയാ, മാഗസീനുകളോ അങ്ങനെയൊക്കെ നമുക്കുള്ള സംഭവങ്ങളൊക്കെ. പിന്നെ എഡ്യൂക്കേറ്റീവ് വീഡിയോ ഫിലിംസ്, നമ്മൾ പറഞ്ഞില്ലേ, നമുക്ക് ഈ ഹെൽത്തിനെ കുറിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്ന കുറച്ചുകൂടി എഡ്യൂക്കേഷൻ അകത്ത് കിട്ടുന്ന രീതിയിലുള്ള വീഡിയോ ഫിലിംസുകള് എക്സെട്ര. എവിടെയാ? അറ്റ് ദ OPD ആൻഡ് വാർഡ്. OPD, ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് ആൻഡ് വാർഡ്. ഇവിടെയൊക്കെ ഇങ്ങനെയുള്ള സൗകര്യങ്ങള് ഹോസ്പിറ്റലിൽ നിന്നും നമുക്ക് ലഭിക്കുന്നുണ്ട്. ക്ലിയർ ആയോ? നോക്കി, ഇതിന് അധികം ഇങ്ങനെ നമുക്ക് ചോദിക്കാനായിട്ട് ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് കുറവാട്ടോ. എന്താണെന്ന് പറഞ്ഞു എന്നുള്ളൂ കേട്ടോ, അതാണ് അങ്ങനെ നമ്മൾ പറഞ്ഞു പോയത്. ജസ്റ്റ് ഡാഷ് എന്നൊക്കെ ഇട്ട് വേണ്ടി ചോദിക്കാൻ എന്താന്നൊക്കെ ഉള്ളത്, അത്രേ ഉള്ളൂ. ഞാൻ പറഞ്ഞില്ല, ഇതിനകത്ത് ഡാഷ് ആർ ഫീച്ചേഴ്സ് ദാറ്റ് ക്യാൻ ബി ഗിവൺ ബൈ അവർ ഹെൽത്ത് ഫെസിലിറ്റി. ഹെൽത്ത് ഫെസിലിറ്റി
നൽകുന്ന ഒരു സവിശേഷതയാണ് അമ്യൂണിറ്റീസ് എന്ന് പറയുന്നത്. അത് എന്തിനു വേണ്ടിയിട്ടാ? പേഷ്യന്റിന്റെ ലൈഫ് സ്മൂത്ത് ആക്കാൻ, അല്ലെ, സുഖപ്രദമാക്കാനായിട്ട്, പ്ലസന്റ് ആക്കാൻ, അവരെ സന്തോഷ ഇതാക്കാൻ വേണ്ടിയിട്ട്, അല്ലെ, ഒക്കെ കൊടുക്കുന്ന ഫെസിലിറ്റി, ഹോസ്പിറ്റലിൽ നിന്നും അല്ലെങ്കിൽ ഹെൽത്ത് ഫെസിലിറ്റിയിൽ നിന്നും നൽകുന്ന ആ ഫെസിലിറ്റിയാണ് നമുക്ക് അമ്യൂണിറ്റീസ് എന്ന് പറയുന്നത്. ഫീച്ചർ ആണ് അമ്യൂണിറ്റീസ്. പിന്നെ എന്തിനുള്ള സംഭാവന നൽകുന്നു? പേഷ്യന്റിനെ സാറ്റിസ്ഫാക്ഷൻ, അല്ലെ, പേഷ്യന്റ് സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിലുള്ള കാര്യങ്ങൾ അവിടെ നൽകുന്നു. അപ്പൊ അങ്ങനെ ആവുമ്പോഴേ എന്ത് ചെയ്യുന്നു? ക്ലയന്റ് വീണ്ടും നമ്മുടെ സർവീസുകൾ ഉപയോഗിക്കാനായിട്ട് റെഡി ആവുന്നു, അല്ലെ. എക്സാമ്പിൾ ആയിട്ട് അവർക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള സീറ്റുകള്, ടെലിവിഷൻ സെറ്റുകള്, എഡ്യൂക്കേഷണൽ മെറ്റീരിയൽസ്, എഡ്യൂക്കേറ്റീവ് വീഡിയോ ഫിലിംസ്, ഇതൊക്കെ OPD-ല്, വാർഡില് ഒക്കെ അവൈലബിൾ ആക്കുന്നു. ക്ലിയർ ആയോ നോക്കിയത്? ഓക്കെ അല്ലെ, എളുപ്പമാണ്. ഇനി അടുത്തതാണ് പെർസ്പെക്റ്റീവ് ഓഫ് ക്വാളിറ്റി. ക്വാളിറ്റിയുടെ വീക്ഷണങ്ങൾ. പെർസ്പെക്റ്റീവ് എന്ന് വെച്ചാൽ വീക്ഷണങ്ങൾ. എന്തൊക്കെ കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്? ഓരോരുത്തരും ക്വാളിറ്റിയെ കുറിച്ചുള്ള വീക്ഷണങ്ങളാണ് ഓരോരുത്തരും. ഇപ്പൊ പേഷ്യന്റ് എന്താണ് ഒരു ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ അവരെന്താണ്? അവർക്ക് എന്താ? അവർക്ക് നല്ല ഹോസ്പിറ്റലിൽ നിന്നും നല്ല സർവീസ് കിട്ടണം. അതാണ് അവർ ആഗ്രഹിക്കുന്നത്, അല്ലെ. ഹോസ്പിറ്റലിൽ നിന്ന് നല്ലൊരു സർവീസ് കിട്ടണം. അതാണ് അവര് ക്വാളിറ്റി എന്നതുകൊണ്ട് അവരുടെ ഒരു വീക്ഷണം, അവർക്കുടെ ഒരു കാഴ്ചപ്പാട്. ഒരു പേഷ്യന്റ് എന്ന നിലയിൽ ക്വാളിറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ? അവര് ഹോസ്പിറ്റലിൽ നിന്ന് നല്ല കെയർ, നല്ല സർവീസ് ലഭിക്കണം എന്നുള്ളത്. അവിടെ ഹോസ്പിറ്റലുകാര് നല്ലോണം പെരുമാറണം, അല്ലെ, നല്ല കാര്യങ്ങൾ, നല്ല രീതിയിൽ ട്രീറ്റ്മെന്റ് തന്നെ, അതൊക്കെയാണ് അവരുടെ ക്വാളിറ്റിയുടെ ഒരു വീക്ഷണം. ഇനി നോക്കിയേ, ഹെൽത്ത് പ്രൊവൈഡർ ഓർ ഹെൽത്ത് സ്റ്റാഫ്, രണ്ടും കൂടി വേണ്ട കേട്ടോ. അത് ഒരെണ്ണം, ഒന്നില്ലെങ്കിൽ ഹെൽത്ത് സ്റ്റാഫ് എന്ന് എഴുതാം, അല്ലെങ്കിൽ ദ ഹെൽത്ത് പ്രൊവൈഡർ എന്ന് എഴുതാം. രണ്ടും കൂടി വേണ്ട. ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നിങ്ങളൊന്ന് മാറ്റിക്കോ. ഒന്ന് തന്നെ ഉള്ളൂ ടെക്സ്റ്റില്. ഓക്കെ, ഇത് ഞാനിവിടെ ഷെയർ ചെയ്തിട്ട് നിങ്ങളുടെ രണ്ടെണ്ണം എടുക്കണം കേട്ടോ. ഓക്കെ, നിങ്ങളുടെ ഏതാ എടുക്കുന്നേ? ഹെൽത്ത് പ്രൊവൈഡർ എന്നാണോ? ടെക്സ്റ്റിൽ ഏതാ? നിങ്ങളുടെ ടെക്സ്റ്റില് ഹെൽത്ത് സ്റ്റാഫ് എന്നാണ്. ഓക്കെ, ഹെൽത്ത് സ്റ്റാഫ് ഏതായാലും കുഴപ്പമില്ല കേട്ടോ. ഹെൽത്ത് സ്റ്റാഫ് എന്ന് പറഞ്ഞാല് ഹെൽത്ത് പ്രൊവൈഡർ രണ്ടും ശരിയാണ്. സ്റ്റാഫാ കിടക്കണേ, അല്ലെ. അപ്പൊ നോക്കിയേ, രണ്ടും ഉണ്ടോ? സൗമ്യയുടെ സ്റ്റാഫ് പ്രൊവൈഡർ, അങ്ങനെ രണ്ടെണ്ണം ഉള്ളവരും ഏതെങ്കിലും ഒരെണ്ണം വെട്ടിക്കളഞ്ഞു. രണ്ടും മീനിങ് ശരിയാണ്. അപ്പൊ അവരെന്താണ്? അവരുടെ ക്വാളിറ്റി, അവർക്കുടെ ക്വാളിറ്റിയുടെ വീക്ഷണം. ദ ഹെൽത്ത് കെയർ മാനേജർ, അവര് ക്വാളിറ്റിയുടെ കൊടുക്കുന്ന, അല്ലെങ്കിൽ അവരുടെ കാഴ്ചപ്പാട് എന്താണ്? അപ്പൊ ഇതിനകത്തൊരു വ്യത്യാസമുണ്ട്. പേഷ്യന്റും ക്ലയന്റും ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ഹോസ്പിറ്റലിൽ നിന്നും അല്ലെങ്കിൽ ഹെൽത്ത് ഫെസിലിറ്റിയിൽ നിന്നും അവര് പ്രതീക്ഷിക്കുന്നതാ, അല്ലെ. നല്ല സർവീസ് കാര്യങ്ങൾ കിട്ടുന്ന അവര് പ്രതീക്ഷിക്കുന്നതാണ് അവർക്കുടെ ക്വാളിറ്റിയുടെ കാഴ്ചപ്പാട്. എന്നാൽ ഹെൽത്ത് സ്റ്റാഫിനോ അല്ലെങ്കിൽ ഹെൽത്ത് കെയർ മാനേജർ എന്താ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ അവര് നല്ല ക്വാളിറ്റി പ്രൊവൈഡ് ചെയ്യാം. പല രീതിയിലൂടെ അവര് അങ്ങോട്ട് കൊടുക്കുക, അല്ലെ. അതായത് നല്ല ക്വാളിറ്റി അവിടെ പ്രൊവൈഡ് ചെയ്യാണ്. നമുക്ക് നോക്കാം, ഡീറ്റെയിൽ നോക്കാം കേട്ടോ. അപ്പൊ കുറച്ചും കൂടി നിങ്ങൾക്ക് മനസ്സിലാവും. നോക്കിയത് ഹെൽത്ത് സ്റ്റാഫ്, ഹെൽത്ത് മാനേജർ, client and communities are all stakeholders in service delivery. ഈ ഒരു സേവന ഡെലിവറിയില് ഇവരെല്ലാവരും പങ്കാളികളാണ്. ആരൊക്കെ? ഹെൽത്ത് സ്റ്റാഫിന് ക്വാളിറ്റിയിൽ ഒരു പങ്കുണ്ട്, ഹെൽത്ത് മാനേജറിലുണ്ട്, ക്ലയന്റ് ആൻഡ് കമ്മ്യൂണിറ്റി, ഇവരെല്ലാവരും ഒരു നല്ലൊരു സർവീസ് ഡെലിവറിയില് പങ്കാളികളാണ്. Okay, each of these groups may hope for different things from the health service. ഈ ഗ്രൂപ്പില് ഓരോരുത്തരും, ഈ ഗ്രൂപ്പില് ഇപ്പൊ പറഞ്ഞില്ലേ നമ്മള്, ആ ഗ്രൂപ്പില് ഓരോന്നിനും ഹെൽത്ത് സർവീസിൽ നിന്ന് വ്യത്യസ്തമായ കാര്യങ്ങൾ പ്രതീക്ഷിക്കാം. ഉണ്ടോ? ഈ ഓരോ ഗ്രൂപ്പിനും നോക്കി, ഈച്ച് ഓഫ് ദീസ് ഗ്രൂപ്പ്സ്, ഈ ഗ്രൂപ്പില് ഓരോരുത്തർക്കും മേ ഹോപ്പ് പ്രതീക്ഷിക്കാം എന്താണ്? ഫോർ ഡിഫറെന്റ് തിങ്സ് ഫ്രം ദ ഹെൽത്ത് സർവീസ്, ഹെൽത്ത് സർവീസിൽ നിന്ന് പല കാര്യങ്ങൾ പ്രതീക്ഷിക്കാം. അതാണ് ഒന്നാമത്തെ പറഞ്ഞത്. ദ പേഷ്യന്റ് അല്ലെങ്കിൽ ക്ലയന്റ്, അവര് ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ അവർക്കുടെ കാഴ്ചപ്പാട് എന്താ? നല്ല സർവീസ് കിട്ടണം.
അല്ലെ. ഇനി ഹെൽത്ത് സ്റ്റാഫോ അല്ലെങ്കിൽ ഹെൽത്ത് മാനേജർ ആണെങ്കിൽ അവരുടെ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ എന്താ, അവിടെ ഹോസ്പിറ്റലിൽ നല്ല ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യണം അല്ലെ. നല്ല നല്ല കാര്യങ്ങൾ പേഷ്യന്റിന് സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിലുള്ള അല്ലെങ്കിൽ നല്ല ട്രീറ്റ്മെന്റ് കൊടുക്കുന്നുള്ള കാര്യങ്ങൾ അവര് അങ്ങോട്ട് കൊടുക്കണം അല്ലെ, ഹോസ്പിറ്റലിൽ ചെയ്തു കൊടുക്കണം. ഒന്നാമത്തെ നോക്കിയേ, ദ പേഷ്യന്റ് ഓർ ക്ലയന്റ്. എന്താ പറഞ്ഞേക്കുന്നത്, ഈ ഓരോ ഗ്രൂപ്പിനും ഹെൽത്ത് സർവീസിൽ നിന്ന് അവർക്ക് വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങൾ പ്രതീക്ഷിക്കാം. Okay, the patient or client, patient and the client. Research done in different parts of the country reveals that our patient or clients require services that എങ്ങനെയാ, ഇത് രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലുള്ള നടത്തിയിട്ടുള്ള റിസർച്ചിൽ നിന്ന് നമ്മൾ എന്താ മനസ്സിലാക്കുന്നേ, റിവീൽ ചെയ്യുന്ന എന്താ, ദാറ്റ് അവർ പേഷ്യന്റ് ഓർ ക്ലയൻസ് റിക്വയർ സർവീസ് ദാറ്റ് അല്ലെ. ആ ഒരു പേഷ്യന്റ് അല്ലെങ്കിൽ ക്ലയന്റ് എന്താണ് റിസർച്ചില് അവർ വെളിപ്പെടുത്തുന്ന എന്താണ്, ആർ ഡെലിവേർഡ് ഓൾ ടൈം ബൈ ഫ്രണ്ട്ലി ആൻഡ് റെസ്പെക്ട്ഫുൾ സ്റ്റാഫ്, ആർ സേഫ്, ജനറേറ്റ് പോസിറ്റീവ് റിസൾട്ട് ആൻഡ് that they can afford എന്ന് പറഞ്ഞാൽ താങ്ങാവുന്നത്, കോസ്റ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ളത്, താങ്ങാൻ പറ്റുന്ന രീതിയിലുള്ളത്. അഫോർഡ് പ്രൊവൈഡ് them with sufficient information about their condition and treatment, provide them with all the drugs they require, give privacy with their reach and give in a language they can understand. അപ്പൊ നോക്കിയേ, ഈ രാജ്യത്തിന്റെ പല ഭാഗങ്ങളിൽ നടത്തിയ ഈ പേഷ്യന്റ് അല്ലെങ്കിൽ ക്ലയന്റ് റിസർച്ച് വെളിപ്പെടുത്തുന്നത് എന്താണ്, അവരെന്തൊക്കെ കാര്യങ്ങൾ ആഗ്രഹിക്കുന്നു നോക്കിയോ, ഓരോന്ന് നോക്കാം കേട്ടോ നമുക്ക്. എങ്ങനെയാണ്, ഒന്നാമത്തെ ആ ഡെലിവർ ഓൺ ടൈം ബൈ ഫ്രണ്ട്ലി ആൻഡ് റെസ്പെക്ട്ഫുൾ സ്റ്റാഫ്. അവിടുത്തെ സ്റ്റാഫ് എങ്ങനെയായിരിക്കണം എന്നാ പറഞ്ഞേക്കുന്നത്, ഫ്രണ്ട്ലി അല്ലെങ്കിൽ റെസ്പെക്ട്ഫുൾ അല്ലെ, നല്ല ഒരു കറക്റ്റ് ടൈമില് അല്ലെങ്കിൽ നല്ല രീതിയിൽ അവരോട് പേഷ്യൻസിനോട് നല്ല രീതിയിൽ പെരുമാറുന്നത്, ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു സ്റ്റാഫിനെയാണ് അവര് പ്രതീക്ഷിക്കുന്നത്. അതെങ്ങനെയാ, സേഫ്, സുരക്ഷിതമായിട്ടുള്ള, ജനറേറ്റ് പോസിറ്റീവ് റിസൾട്ട്, അവർക്ക് നല്ലൊരു പോസിറ്റീവ് റിസൾട്ട് കിട്ടുന്ന രീതിയിൽ, അവർക്ക് താങ്ങാവുന്ന വിലയില് അല്ലെ, പൈസ കുറഞ്ഞ രീതിയിൽ, പ്രൊവൈഡ് them with sufficient information about their condition and treatment. അത് വേണ്ടേ, അതായത് അവർക്ക് ട്രീറ്റ്മെന്റ് അല്ലെങ്കിൽ കണ്ടീഷനെ കുറിച്ച് ആവശ്യത്തിനുള്ള ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യണം. അങ്ങനെ നമ്മൾ ആഗ്രഹിക്കുമല്ലേ അല്ലെ. അവരുടെ അവസ്ഥ, അവരുടെ ട്രീറ്റ്മെന്റിനെ കുറിച്ച് മതിയായ വിവരങ്ങൾ നൽകണം. നേഴ്സോ സ്റ്റാഫ് ഒന്നും ഇല്ലെങ്കിലോ, നമ്മള് ഹോസ്പിറ്റലിൽ ചെന്നോ ഒരു കാര്യവും പറയില്ല, കുറെ മെഡിസിൻ മാത്രം തന്നു. നമ്മൾ അങ്ങനെയാണോ ആഗ്രഹിക്കുന്നത് അല്ലെ, നമ്മളോട് കുറച്ചും കൂടി ഫ്രണ്ട്ലി ആയിട്ട് അല്ലെ, അങ്ങനെയല്ലേ സഫീർ ഇവിടെ എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ. അതായത് നമ്മളോട് കുറച്ചും കൂടി ഫ്രണ്ട്ലി ആയിട്ട് അസുഖങ്ങളെ കുറിച്ച് നമുക്ക് ഓരോ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി അല്ലെ, നമുക്ക് സഫീഷ്യന്റ് ഇൻഫർമേഷൻ, പിന്നെ അതുപോലെ നമ്മുടെ കണ്ടീഷൻ എന്താണ്, ട്രീറ്റ്മെന്റ്, ഇതിനെ കുറിച്ചൊക്കെ നല്ല കുറച്ചും കൂടി ഫ്രണ്ട്ലി ആയിട്ടുള്ള അല്ലെങ്കിൽ നല്ല രീതിയിലുള്ള നമുക്കൊരു പോസിറ്റീവ് റിസൾട്ട് കിട്ടുന്ന രീതിയിലുള്ള ഒരു സേവനം സ്റ്റാഫിൽ നിന്ന് കിട്ടും. അതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് അല്ലെ. അതാണ് നമ്മൾ ക്വാളിറ്റി എന്നതുകൊണ്ട്, ക്വാളിറ്റി ഹെൽത്ത് കെയർ എന്നതുകൊണ്ട് ഒരു പേഷ്യന്റ് ആഗ്രഹിക്കുന്ന കാര്യങ്ങള് നോക്കിയേ. പ്രൊവൈഡ് them with all the drugs they require. പിന്നെ എന്താ, അവർക്ക് ആവശ്യത്തിനുള്ള മരുന്നുകൾ പ്രൊവൈഡ് ചെയ്യുക അല്ലെ, അവർക്ക് ആവശ്യത്തിനുള്ള എല്ലാ മരുന്നുകളും നൽകുക, അവർക്ക് പ്രൈവസി നൽകുക, give privacy are with their reach and given. പിന്നെ ഒരു കാര്യം കൂടി ഉണ്ടല്ലോ, and given in a language they can understand. അവർക്ക് മനസ്സിലാവുന്ന ഭാഷയില് അല്ലെ, അവർക്ക് മനസ്സിലാവുന്ന ലാംഗ്വേജില് അവരോട് കുറച്ച് ഇൻഫർമേഷൻസ് ഒക്കെ പറഞ്ഞ് എന്താ നല്ല ഫ്രണ്ട്ലി ആയിട്ടുള്ളതും ഒരു റെസ്പെക്ട്ഫുൾ ആയിട്ടുള്ള സ്റ്റാഫ് അല്ലെ, അവര് കറക്റ്റ് സമയത്ത് ഓരോ കാര്യങ്ങള് നമുക്ക് തരുന്നു. മെഡിസിൻസ് ആയിക്കോട്ടെ, അവർക്ക് ആവശ്യമുള്ള മെഡിസിൻസ് തരുന്നു അല്ലെ. അപ്പൊ അവരുടെ ട്രീറ്റ്മെന്റിനെ കുറിച്ച് അല്ലെങ്കിൽ അവരുടെ അവസ്ഥയെ കുറിച്ച് അവർക്ക് മനസ്സിലാവുന്ന ലാംഗ്വേജില്, ഇപ്പൊ സാധാരണ ആളുകളാണ് ഇംഗ്ലീഷ് ഒന്നും അറിയില്ല,
അപ്പൊ ഇംഗ്ലീഷിൽ എന്തെങ്കിലും പറഞ്ഞുകൊണ്ട് പോയാൽ അവർക്ക് മനസ്സിലാവോ? അത് ഹിന്ദിയിൽ പറഞ്ഞുകൊണ്ട് പോയാൽ മനസ്സിലാവോ? അപ്പൊ ഓരോ പേഷ്യന്റിന്റെ സ്റ്റാൻഡേർഡ് അനുസരിച്ച് അല്ലെ അവരോട് സംസാരിക്കുമ്പോൾ അറിയാൻ പറ്റും. അതനുസരിച്ച് അവരോട് വളരെ ഫ്രണ്ട്ലി ആയിട്ടും അല്ലെ അവർക്ക് അറിയാവുന്ന ലാംഗ്വേജിലും നല്ല രീതിയിൽ എല്ലാ കാര്യങ്ങളും എക്സ്പ്ലെയിൻ ചെയ്യുക, നല്ല ട്രീറ്റ്മെന്റ് കൊടുക്കുക, അതുപോലെ തന്നെ എന്താ പറയാ അവർക്ക് ആവശ്യത്തിനുള്ള മരുന്നുകൾ കൊടുക്കുക. ഇതെല്ലാമാണ് ഒരു പേഷ്യന്റ് ക്വാളിറ്റി ഓഫ് കെയർ എന്നതുകൊണ്ട് അവർക്കുടെ ഒരു കാഴ്ചപ്പാട് അല്ലെങ്കിൽ ക്വാളിറ്റി എന്നതുകൊണ്ട് അവര് മനസ്സിലാക്കുന്നത് അല്ലെ, അല്ലെങ്കിൽ അവര് ഹോസ്പിറ്റലിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. ക്ലിയർ ആയോ? അത് ഒന്ന് മനസ്സിലാക്കിയാൽ മതി കേട്ടോ. വേറെ ഒന്നും അവിടെ ഒന്ന് അണ്ടർലൈൻ ചെയ്യാനായിട്ടൊന്നും അങ്ങനെ കാണുന്നില്ല. ജസ്റ്റ് വേണമെങ്കിൽ അവിടെ നോക്കാം. ഡെലിവേർഡ് ഓൺ എ ടൈം ബൈ ഫ്രണ്ട്ലി ആൻഡ് റെസ്പെക്ട്ഫുൾ സ്റ്റാഫ് എങ്ങനെയായിരിക്കണം എന്ന്. സേഫ് ആയിരിക്കണം, പോസിറ്റീവ് റിസൾട്ട് കിട്ടുന്നതായിരിക്കണം, അവർക്ക് താങ്ങാൻ പറ്റുന്നതായിരിക്കണം, അവർക്ക് സഫിഷ്യന്റ് ഇൻഫർമേഷൻ, കണ്ടീഷൻ, ഇതൊക്കെ ട്രീറ്റ്മെന്റിനെ കുറിച്ച് പറഞ്ഞു തരുന്നതായിരിക്കണം. അങ്ങനെ അവർക്ക് ആവശ്യത്തിനുള്ള മരുന്ന് നൽകണം, പ്രൈവസി നൽകണം, പിന്നെ അവർക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ അവരെ കാര്യങ്ങളും പറഞ്ഞ് മനസ്സിലാക്കി തന്നെ. ഇത്രയും കാര്യങ്ങളൊക്കെ അവര് ആ ഹെൽത്ത് കെയർ, ക്വാളിറ്റി ഓഫ് ഹെൽത്ത് കെയർ അവിടെ നിന്ന് അവര് പ്രതീക്ഷിക്കുന്ന കാര്യമാണ്. കിട്ടിയോ? ഒന്നാമത്തെ കാര്യം കിട്ടിയോ എന്താന്നുള്ളത്? ക്ലിയർ ആയില്ലേ? രണ്ടാമത്തെ ഹെൽത്ത് സ്റ്റാഫ് അല്ലെങ്കിൽ ഹെൽത്ത് പ്രൊവൈഡർ. ഒരു നല്ലൊരു ഹെൽത്ത് പ്രൊവൈഡ് ചെയ്യുന്ന ആളുകള്, ഹെൽത്ത് പ്രൊവൈഡർ ക്വാളിറ്റി എങ്ങനെയാ അവർക്കുടെ ഒരു കാഴ്ചപ്പാട്, അല്ലെങ്കിൽ അവരെങ്ങനെയാ ക്വാളിറ്റീനെ ചെയ്യുന്നത്, അല്ലെങ്കിൽ അവര് ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഇവരെന്താ ചെയ്യുന്നത്? ഹെൽത്ത് സ്റ്റാഫ് പ്രൊവൈഡർ ക്വാളിറ്റി, ഹെൽത്ത് സ്റ്റാഫെന്നോ അല്ലെങ്കിൽ ഹെൽത്ത് പ്രൊവൈഡറിനോ രണ്ടോ ഏതെങ്കിലും ഒരെണ്ണം മതി. അപ്പോ ദ ഹെൽത്ത് സ്റ്റാഫ് ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നതില് അവരെന്താ ചെയ്യുന്നത് നോക്കി. എന്താ? ദ ഹെൽത്ത് പ്രൊവൈഡർ ക്യാൻ പ്രൊവൈഡ് quality care if he or she has a sufficient knowledge and skills, adequate resource staff. അല്ലെ, അതായത് എന്ത് വേണം? he or she has sufficient knowledge and skill. വേണ്ടേ? ആ ഒരു മേഖലയില് അവർക്ക് നല്ലൊരു ക്വാളിറ്റി പ്രൊവൈഡ് ചെയ്യണമെങ്കിൽ അവർക്ക് നല്ല അറിവ് വേണം, അതിനുള്ള കഴിവ് വേണം. വേണ്ടേ? ഹെൽത്ത് പ്രൊവൈഡർ ക്യാൻ പ്രൊവൈഡ് ക്വാളിറ്റി. ഹെൽത്ത് പ്രൊവൈഡറിന് നല്ലൊരു ക്വാളിറ്റി പ്രൊവൈഡ് ചെയ്യണമെങ്കിൽ, പേഷ്യൻസിന് നല്ലൊരു ക്വാളിറ്റി കൊടുക്കണമെങ്കിൽ, ഗുണമേന്മയുള്ള ഒരു സർവീസ് കൊടുക്കണമെങ്കിൽ അവർക്ക് അതിൻ്റെതായിട്ടുള്ള നോളജും സ്കില്ലും വേണം, കഴിവും വേണം. പിന്നെ നോക്കി, ആഡിക്വേറ്റ് റിസോഴ്സ് സ്റ്റാഫ്, അതിന് മതിയായ സ്റ്റാഫുകൾ കൊടുക്കണ്ടേ? അല്ലെ, മതിയായ സ്റ്റാഫുകളെ കൊടുക്കണം. അതിനാവശ്യത്തിനുള്ള ഡ്രഗ്സ്, മരുന്നുകൾ അവര് ലഭ്യമാക്കണം. പിന്നെ സപ്ലൈകൾ വേണം, എക്യുപ്മെന്റ്സുകൾ കൊടുക്കണം, ട്രാൻസ്പോർട്ട് എക്സെട്ര. സേഫ് ആൻഡ് ക്ലീൻ വർക്ക് പ്ലേസ്, നല്ല സേഫ് സുരക്ഷിതമായിട്ടുള്ള ക്ലീൻ ആയിട്ടുള്ള ഒരു തൊഴിൽ അന്തരീക്ഷം അവർക്ക് കൊടുക്കണം. ഓപ്പർച്യൂണിറ്റി ടു ഫ്രീക്വന്റ്ലി ഇംപ്രൂവ് ഹിംസെൽഫ്. ഇനി അവർക്ക് സ്വയം, അവിടുത്തെ സ്റ്റാഫുകൾക്ക് സ്വയം മെച്ചപ്പെടാനുള്ള ഒരു അവസരം കൊടുക്കണം. He is then improve himself or herself, is well paid and reward for good work. കണ്ടോ? അവർക്ക് എന്താണ്? സ്വയം ഇംപ്രൂവ് ചെയ്യാനുള്ള അവസരം കൊടുക്കുന്നതോ അതിനോടൊപ്പം തന്നെ നല്ല വർക്കിന് എന്ത് ചെയ്യാൻ പറ്റും? ഗുണനിലവാരമുള്ള ഒരു നല്ലൊരു റിവാർഡ് കൊടുക്കാൻ പറ്റും. അപ്പൊ എന്താ അല്ലെ, സ്റ്റാഫിന് ഇപ്പൊ താഴെ ഉള്ളവർക്ക് ഇംപ്രൂവ് ചെയ്യാനുള്ള അവസരം കൊടുക്കണം. പിന്നെ എന്തെങ്കിലും നല്ല ഇതുപോലെ തന്നെ നല്ല ക്വാളിറ്റിയില് നല്ല സർവീസ് കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സ്റ്റാഫിന് എല്ലാ ഹെൽത്ത് പ്രൊവൈഡറിന് എന്ത് ചെയ്യാൻ പറ്റും? നല്ല റിവാർഡ് കൊടുക്കാം. അല്ലെ, നമുക്കൊരു സമ്മാനം കിട്ടിക്കഴിഞ്ഞാലോ അങ്ങനെ ഒരു റിവാർഡ് എന്തിനു വേണ്ടിയാ? വീണ്ടും അവരത് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകണ്ടേ? അല്ലെ, നമുക്കൊരു കാര്യം നമുക്കൊരു അപ്രീഷിയേറ്റ് ചെയ്യുക, നമുക്കൊരു ഗിഫ്റ്റ് നമ്മൾ തരികയാണെങ്കിൽ നമ്മൾ വീണ്ടും നമ്മളത് മേടിക്കാൻ നോക്കും. അല്ലെ, അപ്പൊ എന്താ? അവര് അത് നല്ല രീതിയിൽ അത് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് തന്നെ പോകും. അപ്പൊ ഈ രീതിയിലെല്ലാം ഈ ഹെൽത്ത് സ്റ്റാഫിന് അല്ലെങ്കിൽ ദ ഹെൽത്ത് എൻകറേജ് ചെയ്യാം. ശരിയാണ്, ദ ഹെൽത്ത് പ്രൊവൈഡറിന് ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഈ കാര്യങ്ങളൊക്കെ കൊടുക്കാൻ പറ്റും. ഓക്കെ, അതൊന്നുകൂടി വേണമെങ്കിൽ അടുത്ത ക്ലാസ്സിൽ പറഞ്ഞു തരാം കേട്ടോ. അപ്പൊ ദ പേഷ്യന്റ് ഓർ ക്ലയന്റ് വരെ നോക്കി വെക്കാം കേട്ടോ. ബാക്കിയിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം കേട്ടോ. ഇനിയിപ്പോ നമുക്ക് നാളെ എന്റെ ക്ലാസ്സിലില്ലോ, എന്റെ ക്ലാസ്സില്ല കേട്ടോ. ഇനിയിപ്പോ നമുക്ക് മൺഡേ അല്ലേ എന്റെ ക്ലാസ് വന്നുള്ളൂ. ഓക്കെ, നിങ്ങളുടെ ഓക്കെ
താങ്ക് യു.